ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 71-ാമത് ശ്ലോകം. വിഹായ കാമാൻ യഃ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാര സശാന്തിം അധിഗച്ഛതി. യസ്മാത് ഏവം തസ്മാത്. ഇതുവരെ വിശദീകരിച്ചത് അനുസരിച്ച് വിഹായ പരിത്യജ്യ കാമാൻ യഃ സന്യാസി പുമാൻ സർവാനശേഷതഃ കാസ്മീന ചരതി ജീവനമാത്രചേഷ്ടാശേഷഃ പര്യടതി ഇത്യർത്ഥഃ. കിമാസീത വ്രജേത കിം. ആദ്യം ഭഗവാനോട് ചോദിച്ച ചോദ്യങ്ങളിൽ അവസാനം ചോദിച്ചല്ലോ കിമാസീത വ്രജേത കിം, എങ്ങനെയാണ് ജീവിക്കുന്നത്? സ്ഥിതപ്രജ്ഞന് ഒരു ജീവിതമുണ്ടല്ലോ, അതാണ് ഇവിടെ സമാധാനം പറയുന്നത്. വിഹായ പരിത്യജ്യ കാമാൻ, സർവകാമനകളെയും പരിത്യജിച്ച് സന്യാസി ത്യാഗിയായി പുമാൻ സർവാനശേഷ കാർഷ്ണീയൻ പൂർണ്ണമായ കാമനാത്യാഗം, സർവാഗ്രഹങ്ങളെയും പരിത്യജിച്ച്. പരിത്യാഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഏതർത്ഥത്തിലാണ് ആ പരിത്യാഗം? ബാഹ്യമായി ഇന്നതെനിക്ക് വേണ്ട എന്ന് വെച്ചുള്ള പരിത്യാഗമല്ല, മുമ്പ് വിശദമായി ചർച്ച ചെയ്തതാണ്. അപൂര്യമാണ് അചലപ്രതിഷ്ഠ, അവിടെ പറഞ്ഞതുപോലെ ജീവനമാത്ര ചേഷ്ടാശേഷ, ജീവനമാത്ര ചേഷ്ടാശേഷനാണ്. ജീവനമാത്ര ചേഷ്ടകളെന്ന് പറയുന്നത് ശരീരത്തിൽ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഷ്ടകൾ. അടുത്ത് പറയുന്നുണ്ട് നിർമ്മമൻ നിരഹങ്കാരൻ. അതിന് ബോധപൂർവമായ അഹന്തയും മമതയും ആവശ്യമില്ല. ഉറങ്ങുന്നു, ഉണരുന്നു. ഉറങ്ങുന്നതിനും ഉണരുന്നതിനും അവിടെ അഹന്തയുടെയും മമതയുടെയും ആവശ്യമില്ല.
അഹന്താപൂർവകമായ പ്രവൃത്തിയല്ല. ആണ് ജീവന മാത്ര ചേഷ്ട എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിത്യവ്യാപാരങ്ങൾ ചെയ്യുന്നു. ആണ് ജീവന മാത്ര ചേഷ്ടാശേഷം ആയി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. എങ്ങനെയാണോ ഉറക്കവും ഉണർവും കേവലം ചേഷ്ട മാത്രമായിരിക്കുന്നത്, സാധാരണ പ്രാണികളിൽ അങ്ങനെ തന്നെ വെറും ശരീരചേഷ്ട മാത്രമായിരിക്കും. അവിടെ അഹന്തയും മമതയും ആവശ്യമില്ല. അവിടെ അതുപോലെ സ്ഥിതപ്രജ്ഞന്റെ എല്ലാ പ്രവൃത്തികളും അതുപോലെ ആയിരിക്കുന്നു. അല്ലെങ്കിൽ അവശ്യം വേണ്ടുന്ന പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നു. രണ്ടു തരത്തിലും പറയാം. ഒന്നുകിൽ സ്ഥിതപ്രജ്ഞന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ജീവന മാത്ര ചേഷ്ട പോലെ ആയിരിക്കുന്നു. അഹന്തയും മമതയും ആവശ്യമില്ലാത്ത അത്തരം പ്രവൃത്തികൾ പോലെ ആയിരിക്കുന്നു. അല്ലെങ്കിൽ അഹന്തയും മമതയും ത്യജിച്ചിട്ട് മറ്റു കർമ്മങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കേവലം ശരീരയാത്രാ നിർവഹണത്തിൽ വേണ്ടിയുള്ള കർമ്മങ്ങളിൽ മാത്രമായി കർമ്മത്തെ ഒതുക്കുന്നു. രണ്ടു തരത്തിലുമാകാം. അവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് അയാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അളവല്ല, എത്രമാത്രം കർമ്മം ചെയ്യുന്നു എത്രമാത്രം ചെയ്യുന്നില്ല എന്നുള്ളതല്ല. മറിച്ച് അവിടെ അഹന്തയും മമതയും ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്നു. അഹന്തയും മമതയും ബാധിക്കുന്നില്ല മുക്തനെ. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. നിസ്പൃഹ, സ്പൃഹയില്ലാത്തവനായി ശരീരജീവന മാത്രേ നിർഗത സ്പൃഹ യസ്യ, ശരീരജീവന മാത്രമായ പ്രവൃത്തികൾ, അതും തന്റെ ഇച്ഛ, അത് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ല. ശരീരം നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നതല്ല. നാഭിനന്ദേത മരണം, നാഭിനന്ദേത ജീവിതം, ജീവിതത്തിലും മരണത്തിലും ഒരേ ഭാവം നിലനിർത്തുന്നു. അവിടെ ജീവിതവും മരണവും തമ്മിൽ വ്യത്യാസമില്ല. മൃത്വാ സജീവതി വേറൊരു ഭാഗത്ത് അത് മരിച്ചിട്ട് ജീവിക്കുകയാണ്. കാരണം ജീവിതം എന്ന് പറയുമ്പോൾ ഈ അഹന്തയും മമതയുമാണ്. സാധാരണ ഒരു ജീവനെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് അതാണ്. അത് രണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ശാരീരികമായി മരിച്ചിരിക്കുന്നു, ആളെ തത്വത്തിൽ ജീവിക്കുന്നു, നിസ്പൃഹനായിരിക്കുന്നു. അതാണ് ശരീരജീവന മാത്രമേ. ആ കേവലമായ ശരീരചേഷ്ടകളിൽ കൂടിയും ഇത് നിലനിൽക്കണം, ഇത്രകാലം ജീവിച്ചിരിക്കണം, അങ്ങനെ ഒരു കാലഗണനയോടുകൂടി സ്ഥിതപ്രജ്ഞൻ ജീവിക്കുന്നില്ല. ഇനിയെല്ലാം കഴിഞ്ഞു, എനിക്കിനി മരിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നിർഗത സ്പൃഹായസ്യ, അവൻ സ്പൃഹ ഒന്നിനെ സംബന്ധിച്ചിട്ടില്ല. സന്നിസ്പൃഹ. സാധാരണ ലൗകിക മനുഷ്യൻ പറയും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനി അവസാനിപ്പിക്കണം, മരിക്കണം. അങ്ങനെയുമില്ല. പ്രത്യേകിച്ച് മരിക്കേണ്ട ആവശ്യമില്ല, മരിച്ചിട്ട് മുക്തനാകേണ്ട ആവശ്യമില്ല. സ്ഥിതപ്രജ്ഞൻ വൃദ്ധൻ പറയണം എനിക്ക് മരിക്കണം എന്ന് വെച്ചാൽ മരണത്തിലൂടെ മുക്തി ആഗ്രഹിക്കുകയാണ്. ഈ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മുക്തി. സ്ഥിതപ്രജ്ഞൻ അതിന്റെ ആവശ്യമില്ല. മരിച്ചിട്ട് നേടേണ്ട മുക്തിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, അതിന് സ്പൃഹയില്ല. നിസ്പൃഹസ്ഥൻ, നിർമ്മമനായി ശരീരജീവന മാത്രാക്ഷിപ്ത പരിഗ്രഹേവി. ശരീരജീവന്, ശരീരത്തിന്റെ നിലനിൽപ്പ്, അതാണ് ശരീരജീവൻ. അതിനുവേണ്ടി ആക്ഷിപ്തമായ പരിഗ്രഹങ്ങൾ, പരിഗ്രഹം എന്ന് വെച്ചാൽ സമ്പാദ്യം, ശരീരം നിലനിൽക്കുന്നതിന് വേണ്ട സമ്പാദ്യങ്ങൾ, അത് ആക്ഷിപ്തമാണ് എന്ന് വെച്ചാൽ ബോധപൂർവ്വം സൃഷ്ടിച്ചാൽ വന്നു ചേർന്നതാണ്. ഒഴിവാക്കാൻ പാടില്ല, അത് വന്നു ചേർന്നത്.
അതാണ് ആക്ഷിപ്തം. ശരീരം നിലനിൽക്കണമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം അതിന്റെ സാഹചര്യങ്ങൾ വേണം. ആ സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം നിലനിൽക്കത്തില്ല. സാഹചര്യം എന്ന് പറയുമ്പോൾ ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾ. അത് ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി അതിനെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ ആശ്രയിക്കുക എന്ന് വരുമ്പോൾ അത് വന്നു ചേരുന്നതാണ്. എതിർച്ഛ ലാഭസന്തുഷ്ട എന്ന് പറയും. താൻ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നതല്ല. സീത പറഞ്ഞു, ബാങ്കിലിട്ടിട്ട് അതിന്റെ പലിശ കൊണ്ടോ പെൻഷൻ കൊണ്ടോ ഒന്നുമല്ല. അതിനെയൊന്നും ആശ്രയിച്ചല്ല, അതിനെയൊന്നും ആശ്രയിക്കുന്നില്ല. മറിച്ചത് എതിർച്ഛാലാഭസന്തുഷ്ടനായി ശരീരം നിലനിൽക്കണം എന്നുള്ളത് പ്രാരബ്ധത്തിലുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതായ മറ്റു കാര്യങ്ങളും വന്നു ചേരും എന്നുള്ള ആ നിയതിയുടെ നിയമത്തിൽ മാത്രം അനുസരിച്ചുകൊണ്ട്, അല്ല തന്റെ സങ്കല്പങ്ങൾ കൊണ്ട് തനിക്ക് വേണ്ടി എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടോ ഒന്നുമല്ല സ്ഥിതപ്രജ്ഞ നൽകുന്നു. നീതിയിലൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ശരീരം നിലനിൽക്കണമെങ്കിൽ ആ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം എങ്ങനെയെങ്കിലും വന്നു ചേർന്നേ തീരും. അതിനെ വേണമെന്ന് ആഗ്രഹിക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതായിരിക്കും. അതാണ് ആക്ഷിപ്ത പരിഗ്രഹം എന്ന് പറയുന്നത്. അത് പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന സമ്പാദ്യങ്ങളാണ്. താൻ തന്റെ അഹന്തയും മമതയും ഉപയോഗിച്ച് സമ്പാദിച്ച സമ്പാദ്യങ്ങളല്ല അസ്ഥിത പറഞ്ഞു. അത് നടന്നുപോകും. അങ്ങനെയുള്ള ശരീരജീവന മാത്രാ പരിഗ്രഹം, അതിലും എന്താണ് മമേതം അഭിനിവേശവർജിത. അതിനും ഒരിക്കലും അഭിനിവേശം ഉണ്ടാകുന്നില്ല, ദുരാഗ്രഹം ഉണ്ടാകുന്നില്ല. ഇതെന്റേതാണ്, ഇതെനിക്ക് സൂക്ഷിക്കണം എന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ തത്വജ്ഞാനികൾ അവരെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് ഈ ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളിലോ അവരുടെ പ്രസ്ഥാനങ്ങളിലോ ഒന്നും അഭിമാനങ്ങളുണ്ടാകത്തില്ല. എന്റേതാണ്, അത് സൂക്ഷിക്കണം, അങ്ങനെയൊരു താല്പര്യം ഉണ്ടാകത്തില്ല. അനുയായികൾക്കുണ്ടാവും, ശിഷ്യന്മാർക്കുണ്ടാവും, ഗുരുക്കന്മാർക്കത് ഉണ്ടാകത്തില്ല. അത് മമതാരഹിതമായി തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനെ അവശേഷിപ്പിച്ചിട്ട് അവർ പോകുന്നു. നിരഹങ്കാര വിദ്യാവത്വാദി നിമിത്ത ആത്മസംഭാവനാരഹിത, നിരഹങ്കാരനായി. അതിൽ തന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നു, വിദ്യാവത്വാദി, ജ്ഞാനം, അറിവ്, അവർ പ്രാപ്തമാകുന്ന അറിവിൽ നിമിത്തമായി വരുന്ന ആത്മസംഭാവന, അതാണ് ആത്മസംഭാവന. അത് വലിയൊരു തകരാറാണ്. മറ്റുള്ളവർ തന്നെ പൂജിക്കുക, അത് സാരമില്ല. പക്ഷെ ആത്മസംഭാവന അപകടം പിടിച്ചാണ്. താൻ തന്നെ പൂജിക്കുക, താൻ പൂജനീയനാണ് എന്നുള്ളൊരു മനോഭാവം മനസ്സിൽ വരിക. താൻ മറ്റുള്ളവരുടെ ബഹുമാനം അർഹിക്കുന്നവനാണ്, താൻ പൂജ്യനാണ്. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായ നമ്മുടെ ഇമേജ്, അത് പലതുകൊണ്ടും വരാം. സ്ഥാനങ്ങൾ കൊണ്ട്, വിദ്യ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആദരവ് കൊണ്ട്, അജ്ഞന്മാരുടെ ആദരവ് അതിന് വില കൽപ്പിക്കുന്നുണ്ട്. ആദരിക്കുന്നത് കൂടെ അജ്ഞന്മാരാണ്. ഈ അജ്ഞന്മാരുടെ ആദരവിന് പ്രാധാന്യം കൊടുത്ത് ആത്മസംഭാവന വരും. അതാണ് അഹങ്കാരത്തിന്റെ ഏറ്റവും ഒടുവിൽ കടക്കേണ്ട പടിയതാണ്. ആത്മപൂജത്വം അതുമില്ലാതെ സഞ്ചരിക്കുന്നു. അങ്ങനെ പര്യടതി എന്ന് വെച്ചാൽ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ
ഏവം ഭൂതഃ സ്ഥിതപ്രജ്ഞഃ ബ്രഹ്മവിദ് ശാന്തിം സർവസംസാര ദുഃഖോപശമലക്ഷണ നിർവാണാഖ്യാം അധിഗച്ഛതി പ്രാപ്നോതി ബ്രഹ്മഭൂതോ ഭവതി ഇത്യർത്ഥഃ. സൈവം ഭൂതഃ സ്ഥിതപ്രജ്ഞ. സ്ഥിതപ്രജ്ഞനെ കുറിച്ച് ഇതുവരെ പറഞ്ഞത് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞൻ ബ്രഹ്മവിദ് അവൻ ശാന്തി പ്രാപിക്കുന്നു. അത് ശാന്തിയും എങ്ങനെയുള്ള ശാന്തി? സർവസംസാര ദുഃഖ ഉപരമലക്ഷണം. ശാന്തി സുഖം സമാധാനം എന്ന് പറയുന്നത് എല്ലാവരും പ്രാപിക്കുന്നുണ്ട്. സർവ്വ മനുഷ്യർക്കും അതുണ്ട്. അതുള്ളതുകൊണ്ടാണ് അവൻ വീണ്ടും അത് ആഗ്രഹിക്കുന്നത്. സ്ഥിതപ്രജ്ഞനുമുണ്ട്, പക്ഷെ അത് വീണ്ടും ആഗ്രഹിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ സർവസംസാര ദുഃഖ ഉപരമം സംഭവിച്ചിരിക്കുന്നു. ആ സർവസംസാര ദുഃഖത്തിന്റെയും ആത്യന്തികമായ നിവൃത്തി സംഭവിച്ചിരിക്കും. അതാണ് മറ്റുള്ളവരുടെ ശാന്തിയും സ്ഥിതപ്രജ്ഞന്റെ ശാന്തിയും തമ്മിലുള്ള വ്യത്യാസം. മറ്റത് വീണ്ടും ശാന്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശാന്തി പ്രാപിക്കേണ്ടി ഇരിക്കുന്നില്ല. അതാണ് നിർവാണാഖ്യാം. നിർവാണം എന്നാണ് അതിന് പറയുന്നത്. നിർവാണം അതാണ് പരമമായ ശാന്തി എന്ന് പറയുന്നത്. നിർവാണം എന്ന് പറയുന്ന എന്ന് പറയുന്ന ധാതു ഗത്യർത്ഥത്തിലാണ്, ചരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ നിന്ന് നിർ എന്ന് പറയുന്ന ഒരു ഉപസർഗം ചേർത്തിട്ടാണ് നിർവാണം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ ഗതി അവസാനിച്ചത് എന്നാണ്. നിർവാപനം ചെയ്യുക എന്ന് പറയുന്നു. തീ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ദീപം അതണയുക, അതിന് നിർവാണം എന്ന് പറയും. അപ്പോൾ അവിടെ ഗതി അവസാനിക്കുക. സർവചലനങ്ങളും ജീവന്റെ സർവഗതികളും അവസാനിക്കുന്നു. തസ്യ പ്രാണ ഉത്ക്രാമന്തി. ആ പ്രാണങ്ങൾക്ക് പിന്നീട് സഞ്ചരിക്കാൻ ഇടമില്ല. അതാണ് നിർവാണം, പരമമായ ശാന്തി. അവിടെ സർവചലനങ്ങളും അവസാനിക്കുന്നു, സർവദുഃഖങ്ങളും ഉപരമിക്കുന്നു. ചലനം ഉള്ളിടത്ത് ദുഃഖമുണ്ട്, അത് അവസാനിക്കുന്നു. അധിഗച്ഛതി പ്രാപ്നോതി. എന്തുകൊണ്ട്? ബ്രഹ്മഭൂതോ ഭവതി. അവൻ ബ്രഹ്മഭൂതനാകുന്നു. ഭൂതം സ്വരൂപം, അവൻ ബ്രഹ്മസ്വരൂപമായി തന്നെ തീരുന്നു. ഭവതി ഇത്യർത്ഥം. അതാണ് അതിന്റെ താല്പര്യം. അതാണ് അടുത്ത മന്ത്രത്തിലും പറയുന്നത്. ആ നിർവാണത്തെക്കുറിച്ചാണ്. പിന്നെ ശ്ലോകത്തിൽ നോക്കുക. യഹ പുമാൻ, യാതൊരു ജീവനാണോ സർവാൻ കാമാൻ വിഹായ, സർവകാമങ്ങളെയും പരിത്യജിച്ചിട്ട് നിസ്പൃഹനായി, ദുരാഗ്രഹങ്ങളില്ലാത്തവനായി, നിരഹങ്കാര അഹങ്കാരമില്ലാത്തവനായി, നിർമ്മമഃ മമതയില്ലാത്തവനായി, ചരതി ജീവിതം നയിക്കുന്നത്, സഹ അവൻ, ശാന്തിം അധിഗച്ഛതി നിർവാണത്തെ പ്രാപിക്കുന്നു. വിഹായ കാമാൻ യഹ സർവാൻ പുമാം ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാര ശാന്തിം അധിഗച്ഛതി. അതിൽ വരുന്ന മറ്റു ഭാഗങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അടുത്ത് നോക്കുക.
യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നയനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണം ഗച്ഛതി. യേഷ യഥോക്ത ബ്രാഹ്മീ ബ്രഹ്മണി ഭവായം സ്ഥിതി. യേഷ ഇതുവരെ പറഞ്ഞത് ചർച്ച ചെയ്തത് യഥോക്ത എന്റെ അർത്ഥമാണ് പറഞ്ഞത് ഭാഷ്യകാരൻ. ഇതുവരെ പറഞ്ഞത് ബ്രാഹ്മി സ്ഥിതിയാണ്. ഇതാണ് ബ്രഹ്മണി ഭവ ബ്രാഹ്മി, ബ്രഹ്മത്തിലുള്ളതായ സ്ഥിതി. എന്താണത്? സർവം കർമ്മ സന്യസ്യ ബ്രഹ്മരൂപേണയോ അവസ്ഥാനമിത്യ. സർവകർമ്മങ്ങളെയും, കർമ്മം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ഈ കർമ്മ പരിത്യാഗത്തെക്കുറിച്ച് പറയുന്നത് കർമ്മം എന്ന് പറഞ്ഞാൽ കാമമാണ്. അതിനെയാണ് കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർമ്മത്തെ ത്യജിക്കാൻ പറയുന്നത് കാമനകളെ ത്യജിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സർവകാമനകളെയും സന്യസ്യ. ഭാഷ്യകാരന്റെ ഇവിടെയൊക്കെ കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നു. അവിടെയെല്ലാം കാമനകളുടെ ത്യാഗമാണ് പറയുന്നത്. കാരണം ആ കാമനയാണ് കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നത്. അപ്പോൾ കാമനകളെ ത്യജിക്കുന്നതിന് ഒരു ഉപായമായിട്ടാണ് കർമ്മത്യാഗത്തെ പറയുന്നത്. കാമിയാണ് കർമ്മി. സർവകാമനകളെയും സന്യസ്യ ബ്രഹ്മരൂപേണൈവ അവസ്ഥാനം. ബ്രഹ്മരൂപേണൈവ എന്ന് പറഞ്ഞാൽ ശരീരരൂപത്തിലല്ല, വിഷയരൂപത്തിലല്ല, മറിച്ച് സ്വസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ബ്രാഹ്മി സ്ഥിതി എന്ന് പറഞ്ഞാൽ. ഇതുവരെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ശരീര മനോബുദ്ധികളുടെ എല്ലാം നിയന്ത്രണം, വിഷയപരിത്യാഗം, ആത്മനിഷ്ഠ, ഇതെല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇത്യത്. ഇതാണ് ബ്രാഹ്മി സ്ഥിതി. ഇതിനെക്കുറിച്ചാണ് അർജുനന്റെ ചോദ്യം. കാ ഭാഷ, എങ്ങനെയിരിക്കും അയാൾ? എങ്ങനെയിരിക്കും അയാളെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിനാണ് സമാധാനം പറഞ്ഞത്. ഹേ പാർത്ഥ, ഏനാം സ്ഥിതി പ്രാപ്യ ലബ്ധ്വ ന വിമുഹ്യതി ന മോഹം പ്രാപ്നോ. എന്റെ ഫലത്തെക്കുറിച്ച് പറയും. ഇത്രയും ആയാസകരമായ സാധനങ്ങളിലൂടെ പോയി ഇത്രയും വർണ്ണിക്കുന്ന ഒരു സ്ഥാനത്ത് പ്രാപിച്ചിട്ട് എന്താ ഗുണം? ഈ സ്ഥിതപ്രജ്ഞത കൊണ്ട് എന്താണ് പറയുന്നു? ന മോഹം പ്രാപ്നോനി. അവൻ മോഹിക്കുന്നില്ല, അവൻ അവിവേകത്തിന് അടിമയാകുന്നില്ല. അതാണ് ഇതിന്റെ പ്രയോജനം. സ്ഥിത്വ അസ്യാം സ്ഥിതോ ഭ്രാമ്യാം യഥോക്തായ അന്തകാലേപി അന്ത്യേ വൈശ്യവി ബ്രഹ്മനിർവാണം ബ്രഹ്മനിർവൃത്തിം മോക്ഷം ഗച്ഛതി. കിമു വക്തവ്യം ബ്രഹ്മചര്യാദേവ സന്യസ്യ യാവജ്ജീവയോ ബ്രഹ്മണ്യേവ അവതിഷ്ഠതേ സ ബ്രഹ്മനിർവാണം ഗച്ഛതി. സ്ഥിത്വാസ്യാം സ്ഥിതോ ഭ്രാമ്യാം. ഈ പറയുന്ന ഈ ബ്രഹ്മസ്ഥിതി, തത്വനിഷ്ഠ, തത്വസ്ഥിതി, അതിൽ സ്ഥിതി ചെയ്തിട്ട് യഥോക്തായ, ഇതുവരെ വിശദീകരിച്ചതിൽ സ്ഥിതി ചെയ്തിട്ട്. ഇത് എപ്പോ സ്ഥിതി ചെയ്യണം? അന്തകാലേപി അന്ത്യേ വൈശ്യവി. അവസാന സമയത്തായാലും മതി, റിട്ടയർ ആയിട്ടായാലും മതി എന്നാണ്. അന്ത്യേ വയസ്സി അഭി, ഉദ്യോഗമൊക്കെ ചെയ്തു കഴിഞ്ഞു അവസാന സമയത്തായാലും മതി എന്നാണ്. അപ്പോഴെങ്കിലും ഒന്നായാൽ മതി. അതിനൊരു സൗജന്യം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അന്ത്യേ വയസ്സി, വയസ്സുകാലത്തായാലും മതി. അപ്പോൾ എത്തിച്ചേർന്നാലും മതി. ബ്രഹ്മനിർവാണം, ബ്രഹ്മനിർവൃതി, മോക്ഷം, മോക്ഷത്തെ പ്രാപിക്കുന്നു. വയസ്സ് കാലത്തായാലും മതി എന്ന് പറയുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ ആരും മാറ്റിവെക്കണ്ട, അതും പ്രത്യേകം പറയുന്നുണ്ട്. കിമു വക്തവ്യം ബ്രഹ്മചര്യാദേവ സന്യസ്യ. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ
സന്യസിച്ചിട്ടുള്ളവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്നാണ്. അത് എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ മഹത്താണത്. അതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ വയസ്സുകാലത്തെന്ന് പറഞ്ഞാൽ നല്ല കാലത്ത് എല്ലാ കൊള്ളരുതായ്മകളും ചെയ്തിട്ട് പിന്നെ വയസ്സുകാലത്ത് ബ്രഹ്മനിർവ്വാണം പ്രാപിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. വയസ്സുകാലത്ത് പിന്നെ ആശ്രമത്തിൽ വരിക, പാപങ്ങളെല്ലാം തീരാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ആശ്രമത്തിൽ വരുന്നുണ്ട് പാപങ്ങൾ തീരത്തില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം തുടങ്ങിയ ധർമ്മങ്ങളെല്ലാം ശരിയായി അനുഷ്ഠിച്ച് ജീവിതത്തിൽ അനുഭവങ്ങളും അറിവും കൊണ്ട് പക്വത നേടി വാർദ്ധക്യാവസ്ഥയിൽ ഈ പറയുന്ന സന്യാസത്തെ സ്വീകരിച്ചു അന്ത്യവയസ്സിൽ വരുന്ന ഒരുവനും ബ്രഹ്മനിർവ്വാണത്തെ പ്രാപിക്കുന്നു എന്നാണ്. ഈ രണ്ട് മാർഗങ്ങളെ നിർദ്ദേശിക്കുകയാണ്. ബ്രഹ്മനിർവ്വാണത്തിന് അയാൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യാസത്തിലേക്ക് പോകണമെന്നില്ല. അത് ഗൃഹസ്ഥനും ആകാം, ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വന്നാലും മതി. അതിനൂടെ പറയുന്നു. അതായാൽ കൂടിയും. എന്നാലും ശങ്കരാചാര്യർ സ്വയം ഒരു സന്യാസിയായതുകൊണ്ട് എപ്പോഴും സന്യാസത്തിനോടൊരു പക്ഷപാതം കാണിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കിമു വക്തവ്യം ബ്രഹ്മചര്യാദൈവ. ബ്രഹ്മചര്യത്തിൽ നിന്ന് അതങ്ങനെയുണ്ട്. ഗൃഹസ്ഥന്മാര് ഗീത വ്യാഖ്യാനിക്കുമ്പോൾ അവരുടെ പക്ഷം പിടിച്ച് വ്യാഖ്യാനിക്കും. ഗൃഹസ്ഥധർമ്മമാണ്, സന്യാസിമാരാണ് ഇവിടുത്തെ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നത്, സന്യാസിമാരുടെ ആണ് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുന്നതെന്ന് അവർ പറയും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എടുത്ത് വായിച്ചു നോക്കുക, ഗൃഹസ്ഥന്മാർ വ്യാഖ്യാനിച്ചെടുത്ത്. സന്യാസിമാർ വ്യാഖ്യാനിക്കുമ്പോൾ പറയും സന്യാസമാണ് ഏറ്റവും വലിയ മഹത്വം, ഗൃഹസ്ഥനൊരൽപ്പം താഴെ നിൽക്കത്തേ ഉള്ളൂ എന്ന് പറയും. പക്ഷപാതമാണ്. ശങ്കരാചാര്യർക്ക് ഒരു ചെറിയ പക്ഷപാതം ഈ സന്യാസത്തോടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഗീതാകാരനൊന്നും പറഞ്ഞു അന്ധകാലം. ഇതിൽ തന്നെ തർക്കമുണ്ട്. ഈ അന്ധകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചിലർ പറയുന്നത് അന്ധകാലം എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന സമയമെന്നാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അന്ധകാലേതു മാമേവ സ്മരൻ മുക്ത കളയബലം. വേറെ ഭാഗത്തും പറയുന്നുണ്ട്. അവസാന സമയത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് ആരാണോ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് അവൻ എന്നെ പ്രാപിക്കുന്നു. അവിടെ ഈ അന്ധകാലം വരുന്നുണ്ട്. അപ്പൊ ഈ അന്ധകാലം എന്ന് പറയുന്നത് എന്താണ്? വയസ്സുകാലത്തെന്നുള്ള അർത്ഥമാണോ അതേ മരിക്കാൻ പോകുന്ന സമയത്തെന്നാണോ അർത്ഥം? അതിന് ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ പലർക്കും അഭിപ്രായ വ്യത്യാസം. പണ്ഡിതന്മാർക്ക് തന്നെയുണ്ട്. ചില പറയുന്നത് അന്ധകാലം എന്ന് പറയുന്നത് വയസ്സുകാലമല്ല, അത് മരണകാലം എന്നാണ്. ചില പറയുന്നതല്ല, വയസ്സുകാലം തന്നെ എന്നാണ്. പക്ഷെ വാസ്തവത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് രണ്ടും ഒന്നാണ്. ഈ വയസ്സുകാലം എന്ന് പറയുന്നതും മരണസമയം എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ചില ചിന്തിക്കും നേരത്തെ മരിച്ചാലോ, അപ്പോൾ വയസ്സുകാലമാകുന്നില്ലല്ലോ. എപ്പോൾ ഒരാൾ മരിക്കുന്നു അതാണ് അയാളുടെ വയസ്സുകാലം. കാരണം നമ്മൾ സാധാരണ വയസ്സ് കണക്കാക്കുന്നത് ജനനം മുതലുള്ള വയസ്സാണ്. ആധ്യാത്മശാസ്ത്രത്തിൽ ജീവന്റെ വയസ്സ് എവിടെ മുതൽ കണക്കാക്കും? ധനാദിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജീവന്റെ വയസ്സെന്ന് പറയുന്നത് അനാദിയായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യമൊക്കെ ശരീരത്തിനാണ്. ജീവന് അതില്ല. ജീവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അവസാനം എന്ന് പറയുന്നത് എപ്പോൾ അത് നശിക്കുന്നു, അപ്പോൾ ഒരു ജന്മത്തിൽ. കാരണം ഇത് ഒരേ പ്രകാരത്തിൽ അനന്തകാലം അനാദിയായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെ. എപ്പോൾ അയാൾ മരിക്കുന്നു, അയാളുടെ കർമ്മങ്ങൾ, ആ ജന്മത്തിലെ കർമ്മങ്ങൾ ഒടുങ്ങുമ്പോൾ, എന്നുവെച്ചാൽ കാലം എത്തുമ്പോൾ, ഈ കാലം അങ്ങനെ പാകപ്പെട്ടു വരുന്നു, കാലം പക്വമായി വരുന്നു. ജീവന് ശരീരത്തെ ഉപേക്ഷിക്കുന്നതിനുള്ള കാലത്തിന്റെ പക്വത, അതാണ് വാർദ്ധക്യം. അത് എപ്പോഴും സംഭവിക്കാം. ബാല്യത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും ഒക്കെ സംഭവിക്കാം. എപ്പോൾ അത് സംഭവിക്കുന്നു അപ്പോൾ അയാൾക്ക് അന്ധകാലമാണ്. അവിടെ രണ്ടും ഒന്ന് തന്നെ. അത്
ശരീരം കൊണ്ട് പ്രായമായി എന്ന് പറഞ്ഞാലും ഏത് പ്രായത്തിലായാലും മരണസമയം എന്ന് പറഞ്ഞാലും ഫലത്തിലൊന്നു തന്നെ. കാരണം ജീവന്റെ വയസ്സ് ഒരു ജന്മത്തിൽ നിർണ്ണയിക്കാനുള്ളതാണ്. അനാദികാലമായി തുടർന്നു വരുന്ന ഈ ജീവിത പ്രവാഹത്തിൽ എത്രയോ ജന്മങ്ങളിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. മരണം അത് എന്താണ്? ആ പ്രാരബ്ധത്തിന്റെ ഒടുക്കമാണ്. അവിടെ തികഞ്ഞ സമയത്ത് ശരീരം ഉപേക്ഷിക്കും. അത് ബാല്യമെന്നോ യൗവനമെന്നോ വാർദ്ധക്യമെന്നോ എന്നൊന്നുള്ള കണക്ക് ആ ജീവന്റെ ആയുസ്സിനെ സംബന്ധിച്ചില്ല, മറ്റല്ല ശരീരത്തിന്റെ ആയുസ്സിനെ സംബന്ധിച്ച് പറയുന്നു. അപ്പൊ ജീവന്റെ നിലയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അർത്ഥമേ ഉള്ളൂ, അവസാന സമയം. ആ അവസാന സമയത്തിൽ ആയാലും മതി അവന്റെ പ്രജ്ഞയ്ക്കൊരു സ്ഥിരത ഉറയ്ക്കണം. ശരിക്കും അവസാന സമയത്തിൽ പ്രജ്ഞയ്ക്ക് സ്ഥിരത ഉറയ്ക്കും. പ്രത്യേകിച്ച് പരിശ്രമം ആവശ്യമുണ്ട്. ഒരുവൻ ധർമാനുസൃതമായി ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം തുടങ്ങിയ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ സന്യാസത്തിൽ തന്നെ എത്തിച്ചേരും. അതാണ് നമ്മുടെ സ്മൃതികളിൽ ആശ്രമ വ്യവസ്ഥ ആ രീതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നതാണ്. സ്വാഭാവികമായും സ്ഥിതപ്രജ്ഞതയിലെത്തിച്ചേരും. അതുകൊണ്ടാണല്ലോ പ്രായം കൊണ്ട് മനുഷ്യന് പക്വത നമ്മൾ കാണുന്നത്, അനുഭവങ്ങൾ കൊണ്ട് പക്വത കാണുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ അത് ആവശ്യമാണ്. പക്ഷെ അതിന് മുമ്പുള്ള ജീവിതം ആണത് നിർണയിക്കേണ്ടത്. അങ്ങനെ വരുന്നവർക്കേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് വാർദ്ധക്യത്തിൽ സ്ഥിതപ്രജ്ഞത വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത്രയും പ്രബലമായ പൂർവ്വസംസ്കാരം ഫലം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ആയിക്കൂടാ എന്നുമില്ല. അത് നിഷേധിക്കാൻ പറ്റും. അതും ഭഗവാൻ തന്നെ പറയുന്നു. അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാവം. അവിടെയും രക്ഷപ്പെടാനുള്ള പഴുത് പറഞ്ഞിട്ടുണ്ട്. സുദുരാചാരനായി ഒരുത്തൻ ഈ ജന്മത്തെ തന്നെ ജീവിച്ചാലും ശരി, പൂർവ്വജന്മങ്ങളുടെ കാര്യം എന്ന് പറയുന്നു. അങ്ങേയറ്റം മോശമായി ജീവിച്ചാലും ശരി, ഭജതേ മാം അനന്യഭാവം. അവന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും അനന്യഭാവം വരികയാണെങ്കിൽ അവൻ വന്നുകൂടായില്ല. അതിനുള്ള പ്രാരബ്ധം അവനിലുണ്ടെങ്കിൽ അവനും രക്ഷപ്പെടും എന്നാണ്. അത് കാണും. പുണ്യം ചിലപ്പോൾ ചിലർ ഒളിഞ്ഞിരിക്കും, ചിലത് പ്രകടമായിരിക്കും. ആ ഒളിഞ്ഞിരിക്കുന്ന പുണ്യം പ്രകടമായി കഴിഞ്ഞാൽ അവൻ പിന്നെ സദാചാരിയാണോ ദുരാചാരിയാണോ എന്നൊന്നും. അതല്ലേ സദാചാരിയായിരിക്കുന്നു പിന്നെ പതിച്ചു പോകും. കാരണം അവൻ പാപം ഒളിഞ്ഞിരുന്നു, പുണ്യം പ്രകടമായിരുന്നു. ചിലരങ്ങനെയല്ല, പാപം പ്രകടമായിരിക്കും, പുണ്യം ഒളിഞ്ഞിരിക്കും. ഇതെല്ലാം തിരിച്ചു മറിച്ച് സംഭവിക്കും. സന്മാർഗത്തിൽ ചരിക്കുന്നവൻ പിഴച്ചു പോകാം. ഇവിടെ ഈ പറയുന്ന അന്ധകാലത്ത് ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ അവൻ രക്ഷപ്പെടാം. അതെല്ലാം സംഭവിക്കാം. അതിനും ഇവിടെ ഗീതയിൽ സമാധാനം പറയുന്നുണ്ട്. സുദുരാചാരോ എന്നാണ്. വേറെയും പറയുന്നുണ്ട് സ്വല്പമപി അസ്യ ധർമ്മസ്യ. ധർമ്മത്തിന്റെ സ്വല്പം മതി അവനെ രക്ഷപ്പെടുത്താൻ. എവിടെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തും. അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ആരെക്കാളും മോശമോ ആരും ആരെക്കാളും മെച്ചമോ അന്ധകാലേവി. അതുകൊണ്ട് ചിലർക്ക് അങ്ങനെ തോന്നും, ഞാൻ ബ്രഹ്മചാരിയാണ്, സന്യാസിയാണ്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്കാളും ശ്രേഷ്ഠനാണ്, മഹത്വങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അഭിമാനിച്ചിട്ട് കാര്യമില്ല. ഈ മഹത്വങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടാം. ഇത് വരുന്നത് പോലെ തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകും. അത്തരം അഭിമാനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അങ്ങനെ എത്രയോ പേര് പതിച്ചു പോകുന്നു നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്.
അതുകൊണ്ടിവിടെ എല്ലാവർക്കും ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പി എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവിടെ എത്തിച്ചേരുക എന്നാണ്. അത് അന്ധകാലത്തിലായാലും മതി. ബ്രഹ്മനിർവാണത്തെ, ബ്രഹ്മനിർവൃതിയെ, മോക്ഷം അതിനെ ഗച്ഛതി പ്രാപിക്കുന്നു എന്നാണ്. കിമു വക്തവ്യം ബ്രഹ്മചര്യാദേവ സന്യസി യാവജ്ജീവയോ ബ്രഹ്മണ്യേവ അവതിഷ്ഠതി. അതുകൂടെ വേണം. ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിച്ചുകൊണ്ട് മാത്രമായി. ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കുക എന്ന് പറഞ്ഞാൽ വേഷം മാറുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. വേഷം മാറരുതെന്നല്ല ഇവിടെ, അതല്ല ഉദ്ദേശിക്കുന്നു. ബ്രഹ്മചര്യത്തിൽ നിന്നും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ അയാൾ ത്യാഗിയായി ജീവിക്കുന്നു, കാമനകളെ തേച്ച് ജീവിക്കുന്നു. വേഷമെന്ന് പറയുന്നത് വച്ചിരിക്കുന്നത് ഇയാൾ വീണ്ടും പതിക്കാതിരിക്കുന്നതിനുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വേഷങ്ങളൊക്കെ വച്ചിരിക്കുന്നത്. സ്വധർമ്മത്തെ അവനവനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന ധർമ്മത്തിൽ കഴിയുന്നവനാണ്, വ്യതിരിക്കാൻ പാടില്ല. ബാഹ്യമായി സന്യാസം സ്വീകരിക്കുന്നത് അതൊരു വ്രതം സ്വീകരിക്കുകയാണ്, ഒരു ദൃഢനിശ്ചയം. അത് പുലർത്താൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? എല്ലാ ആശയങ്ങളും, എല്ലാ നിശ്ചയങ്ങളും, എല്ലാ സങ്കല്പങ്ങളും എല്ലാം മനോവൃത്തികളാണ്. മനോവൃത്തികളെന്ന് പറയുന്നത് ഏത് സമയം അത് ദുർബലമാകാം, ഏത് സമയം അത് നശിച്ചു പോകാം, അതിന് നിലനിൽപ്പില്ല, ഭൗതികമാണ്. അതുകൊണ്ടിപ്പോൾ ഒരാളുടെ മനസ്സിൽ ശുഭേച്ഛ ഉണ്ടാകുന്നു, അയാൾക്ക് സന്യാസത്തിന് ആഗ്രഹം ഉണ്ടാകുന്നു, ഇനി അയാൾ സന്യാസിയാകുന്നു. സന്യാസിയാകുമെന്ന് വെച്ചാൽ വേഷമെല്ലാം കിട്ടി സന്യാസിയാകുന്നു. പക്ഷെ ഇതൊക്കെ മനസ്സിലുള്ള മനോവൃത്തികളാണ്. ഇതെല്ലാം ഏത് സമയവും ദുർബലപ്പെടാം, ഏത് സമയവും ഇതെല്ലാം പോകാം. അങ്ങനെ പോകാതിരിക്കുന്നതിന് ഒരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറമേ ഈ വേഷങ്ങളെല്ലാം പഴയ കാലത്ത് ആചാര്യന്മാർ നിശ്ചയിച്ചു വെച്ചത്. അവനെ ഈ പിടിച്ചു നിർത്താനുള്ള ഒരു ഉപായം കൂടെയാണ്. ആ മനോവൃത്തി ദുർബലപ്പെടുമ്പോൾ വീണ്ടും മനോവൃത്തികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് വേഷം വച്ചിരിക്കുന്നത്. മുഖ്യം ഒരിക്കലും വേഷത്തിനല്ല, അവന്റെ അന്ധകരണത്തിന് തന്നെയാണ്. ഈ വേഷം ഇരിക്കെ മനസ്സ് ദുർബലമായി കഴിഞ്ഞാൽ പിന്നെ വേഷം ഇരുന്നിട്ടും കാര്യമൊന്നും, അവൻ മിഥ്യാചാരനായിത്തീരുന്നു. ഈ വേഷമില്ലാതെ ഒരാളുടെ മനസ്സ് അതേ ദൃഢതയിലിരിക്കുകയാണെങ്കിൽ വേഷം കൊണ്ടവിടെ വിശേഷിച്ച് കാര്യമൊന്നുമില്ല. ഒരുവൻ അല്ല, ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നതല്ല. ഇന്ന് സന്യാസം എന്ന് പറയുമ്പോൾ അതൊരു പുതിയ പ്രൊഫഷനായി മാറിക്കഴിഞ്ഞു. അതും ഒരു വ്യാമോഹമാണ്. ഒരു സമൂഹത്തിൽ കൂടുതൽ അംഗീകാരവും മാന്യതയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് സന്യസി ഒരാൾ ആശ്രമത്തിൽ കുറച്ച് ദിവസം വന്നു ബ്രഹ്മവിദ്യ പഠിക്കാൻ. കുറച്ച് ദിവസമൊക്കെ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസം, കുറച്ച് വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ നിന്ന് കരയുകയാണ്, സ്വകാര്യമായി കരയുന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ചോദിച്ചു പേരായിരുന്നില്ല, ഞാൻ തന്നെ ചോദിച്ചു, എന്തിനാ കരയുന്നത്? സന്യാസം, സന്യാസത്തിന് വേണ്ടി കരയുന്ന ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഞാൻ കേട്ടിട്ടില്ല. സന്യാസം എന്ന് പറയുന്നത് ത്യാഗമാണ്. ത്യജിക്കാൻ വേണ്ടി കരയേണ്ട കാര്യം എന്താണ്? കരയുന്നത് ഓരോന്നും നമ്മൾ നേടാൻ വേണ്ടിയിട്ടാണ്. സന്യാസം ത്യാഗമാണ്. സന്യാസത്തിനും കരയും. എന്താ കാര്യം? അതെനിക്ക് സന്യാസം തന്നില്ല, ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്ത് എനിക്ക് തന്നില്ല, അതിന്റെ ദുഃഖമാണ്.
അത് ശരി. സന്യാസം അങ്ങനെ എടുത്തു കൊടുക്കാമെന്നുള്ളൊരു സാധനമല്ല, കരഞ്ഞു വാങ്ങിക്കുന്ന സാധനമല്ല, അങ്ങനെയുള്ള സാധനം സ്വന്തം അനുഭവത്തിൽ നിന്ന് കാര്യം പറയും, അങ്ങനെയുള്ള കാര്യമല്ല. അപ്പൊ എന്താണ് അവിടെ സന്യാസം എന്ന് പറയുന്നത്? എന്താണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം? വ്യാമോഹം. ആശ്രമത്തിൽ സന്യാസം കിട്ടിയവർക്കെല്ലാം പ്രത്യേക ഭക്ഷണം, നല്ല മുറി, കൂടുതൽ അംഗീകാരം, ബഹുമാനം. അപ്പൊ ഇതെല്ലാം സന്യാസം കിട്ടിക്കഴിഞ്ഞാൽ തനിക്കും കിട്ടും, പിന്നെ ഭരിക്കാൻ കുറച്ച് ആൾക്കാരെയും കിട്ടും, എല്ലാം കൂടെ ഒത്തുചേരും. ഇതില്ല. ഇതിന്റെ ദുഃഖം കൊണ്ടാണ് കരയുന്നത്. ഞാൻ പറഞ്ഞു ഇനി ശരിയാകത്തില്ല, ഉടൻ തന്നെ സ്ഥലം വിട്ടോളുക. ഇനി നിന്ന് കഴിഞ്ഞാൽ അപകടമാണ്. കാരണം ഇനി സന്യാസം കൂടെ ആയിക്കഴിഞ്ഞാൽ അപകടമായി തീരും. ഈ ജന്മത്തിൽ ഇനി സന്യാസം പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. അങ്ങനെ ഓരോരുത്തരെ സന്യസിപ്പിച്ചപ്പോൾ ആരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കായി. ഒറ്റയ്ക്കായിപ്പോയി. ശരിയായ സന്യാസത്തിലേക്ക് വന്നപ്പോ സന്യസിച്ചവരെല്ലാവരും ഇങ്ങനെ സന്യസിച്ചു പോവുകയാണ്. അവര് സന്യസിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ഇനി കാര്യമൊന്നും, സന്യാസം ഇല്ലാത്തടത്ത് നിന്നിട്ട് എന്താ കാര്യം? പിന്നെ സന്യാസം തേടി ഓരോരുത്തരും ഇപ്പൊ പോയി അലയുകയാണ്. എവിടെയാ സന്യാസം കിട്ടുന്നത്? ആ സന്യാസം എന്താ ഇവിടെ പറയുന്നു? ആ സന്യാസം എന്ന് പറയുന്നത് പല മിഥ്യാബോധങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്നതാണ് ആ സന്യാസം. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത്തരമൊരു സന്യാസത്തിലേക്ക് ഒരിക്കലും കടക്കാതിരിക്കുന്നതാണല്ലോ. അത് കാരണം അത് പലതും ആരോപിക്കുകയാണ്. ആത്മവിദ്യ കൊണ്ടെന്താണോ നമ്മിലുള്ള ആരോപങ്ങളെ നശിപ്പിക്കുകയാണ്. ഒരിക്കലും സന്യാസത്തെ ആരോപിക്കരുത്. പല കൽപ്പനകളെയും നശിപ്പിക്കുകയാണ്. നമ്മുടെ സന്യാസം ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ അല്ല ശരീരബോധത്തെ ഉറപ്പിക്കുന്നതായി മാറ്റുകയാണ്. ശരീരബോധത്തെ നശിപ്പിക്കുന്നതാണ്. പല കളറുകളിൽ പൊതിഞ്ഞു വയ്ക്കുന്ന സന്യാസമല്ല സന്യാസം. അത് വീണ്ടും അത് ശരീരബോധത്തെ ആശ്രയിക്കുന്നു. ആശ്രമം സന്യാസി ആയിരിക്കുമ്പോൾ തന്നെ അതാണ് സന്യാസിയെക്കുറിച്ച് പറയുന്നത്. എന്താണ് അത്യാശ്രമി എന്ന് പറയുന്നത്? ആശ്രമം എന്ന് പറയുന്നത് ആശ്രമത്തെ അധീനമാകാനുള്ളതല്ല, ആശ്രമത്തെ അതിക്രമിക്കുന്നതിനുള്ളതാണ്. സന്യാസി എന്ത് ചെയ്യുന്നു? ആ പറയുന്ന സന്യാസത്തെയും അതിക്രമിച്ചിരിക്കുന്നു. അതാണ് അത്യാശ്രമി എന്ന് സന്യാസി പറയുന്നു. അത് ആശ്രമത്തിലല്ല, ആശ്രമത്തിന് അതീതമായി നിൽക്കുന്നു. അത് ഭാവം കൊണ്ടും വേഷം കൊണ്ടും ഒന്നുമല്ല ഒരാൾ. അതാണ് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് സന്യാസം ഉപേക്ഷിക്കുന്നത്. സന്യാസത്തെയും ത്യജിക്കുന്നു, അത് ഉപേക്ഷിക്കുന്നു. സന്യാസത്തെ ഗ്രഹിക്കുന്നു, സന്യാസത്തെ ത്യജിക്കുന്നു. ഗ്രാഹ്യവും ത്യാഗവും എന്ന് സന്യാസത്തിൽ വരുന്നു. ഇത് രണ്ടുമില്ലാത്തതാണ് സന്യാസം. സന്യാസത്തെ ആൾക്ക് സ്വീകരിക്കാൻ ഒക്കത്തില്ല. നേരത്തെ ഭാഷ്യകാരനോട് പറഞ്ഞു സംപൂർവക ന്യാസ ശബ്ദാർത്ഥസ്തു ത്യാഗ നിക്ഷേപ. ഭാഷ്യത്തിന് മുമ്പൊരിടത്ത് പറഞ്ഞു, നമ്മൾ ചർച്ച ചെയ്തതാണ്. സന്യാസം, സം എന്ന് പറയുന്ന ശബ്ദം പൂർവ്വത്തിൽ വരുന്ന ന്യാസ ശബ്ദത്തിന്റെ അർത്ഥം ത്യാഗമാണ്, നിക്ഷേപമല്ല. അപ്പൊ സന്യാസത്തെ ഒരാൾ ആർജിക്കുകയല്ല, സന്യാസത്തെ ഒരാൾ ത്യജിക്കുന്നതുമല്ല. ഇത് രണ്ടുമില്ലാത്ത അവസ്ഥയാണ് സന്യാസം. അതിന് യാതൊരു തരത്തിലുള്ള ആരോപവുമില്ല, യാതൊരു തരത്തിലുള്ള കൃത്രിമത്വമില്ല. അല്ലാതെ നമ്മൾ ഈ ധരിക്കുന്ന തരത്തിൽ ശരീരബോധത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു അവസ്ഥാബോധത്തെ ദൃഢമാക്കി അതിൽ താൻ എന്താണ് ചെയ്യുന്നത്, താൻ എന്താണെന്ന് തന്നെക്കുറിച്ച് തന്നെ തിരിച്ചറിയാതെ പലർക്കും സംഭവിക്കുന്ന അതാണ്.
താൻ എവിടെ നിൽക്കുന്നു, തന്റെ അവസ്ഥ എന്താണെന്ന് സ്വയം തിരിച്ചറിയാതെ. എന്നിട്ട് പല മിഥ്യാധാരണകളെയും നമ്മൾ സൂക്ഷിക്കുക. അതാണ് സന്യാസം ധരിക്കുക. അതല്ല ഇവിടെ പറയുന്ന സന്യസ്യ എന്ന് പറയുന്ന ശബ്ദം വന്നതുകൊണ്ടാണ് ഞാൻ അതിനത്രയും വിശദീകരിച്ചത്. കാരണം ബ്രഹ്മചര്യാദേവ സന്യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉടനെ ആൾക്കാർ ധരിച്ചു പോകും ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസം എടുക്കുന്നു. ഇതൊന്നുമല്ല സന്യാസമെങ്കിൽ പിന്നെ എന്തിനാ ഈ സന്യാസം എന്ന് പറയുന്ന ഒരു രീതിയെ വേഷവും ആചാരങ്ങളും ഒക്കെ ആചാര്യന്മാർ വെച്ചു? അത് പ്രയോജനരഹിതമല്ല, തീർച്ചയായും പ്രയോജനരഹിതം. വിവിധ സന്യാസം എന്ന് പറഞ്ഞൊരു സന്യാസ സമ്പ്രദായം തന്നെ സൃഷ്ടിച്ചത് ഇതിന്റെ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു പ്രത്യേക സന്യാസ അഭിമാനത്തെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അത്തരമൊരു അവസ്ഥയിൽ മറ്റ് കാമനകളെല്ലാം ത്യജിച്ച്, മറ്റ് ലൗകിക കാമനകളെല്ലാം ത്യജിച്ച് അവൻ അതിനകത്ത് വരുന്ന കാമനകൾ, ആ ധർമ്മത്തിൽ വരുന്ന, ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, ശരീര മാത്ര യാത്രാ നിർവാഹത്തിൽ വരുന്ന കാമനകൾ, അതിനെ കൂടി ത്യജിക്കുന്നതിനുള്ള ഒരു പരിശീലന വേദിയായിട്ടാണ് ആ സന്യാസത്തെ ആചാര്യന്മാര് വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സന്യാസി ശ്രുതി ഉപനിഷത്തിൽ പറയുന്നത് എന്താണ്? വിവർണവാസ. സന്യാസിയെക്കുറിച്ച് പറയുകയാണ്. മുണ്ടോ അപരിഗ്രഹ എന്ന് പറയുന്നു. എന്ന് പറയുന്നത് സന്യാസി തല മുണ്ടനം ചെയ്തിരിക്കുന്നു, അപരിഗ്രഹത്തോടു കൂടിയിരിക്കുന്നു, വിവർണവാസനായിരിക്കുന്നു. അതിന്റെ താല്പര്യം എന്താണ്? അവൻ സമൂഹത്തെ ആകർഷിക്കത്തക്ക തരത്തിൽ വേഷഭൂഷാദികളൊന്നും ധരിക്കരുത് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ബലവാൻ ഇന്ദ്രിയഗ്രാമോ, ഇന്ദ്രിയഗ്രാമം വളരെ ബലമുള്ളതാണ്. അത് ആരുടെ മനസ്സിനെയും അപഹരിക്കും. അതാണ് സന്യാസിമാർ കാവ്യ ഊരി വയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതത്രയും ശക്തമറ്റതാണ്. അപ്പോൾ അവൻ സന്യാസത്തിലും മറ്റുള്ളവരെ ആകർഷിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, തന്റെ വേഷഭൂഷാദികൾ മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യും. ആകർഷണം ഉണ്ടാവും. സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പര ആകർഷണം ഉണ്ടാവും, വഴിതെറ്റിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ വിവർണവാസനായിരിക്കുക എന്ന് പറയുന്നത്. അവനെ കണ്ടാൽ ആർക്കും പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നരുത്. അവനെ കണ്ടാലും അവളെ കണ്ടാലും. അതാണ് സന്യാസത്തിന് അങ്ങനെ ഒരു ഇത് വച്ചത്. അല്ല സന്യാസത്തെ ഒരു ഷോ ആക്കി കാണിക്കാൻ വേണ്ടി, ഫാഷൻ പരേഡ് സന്യാസത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്നതൊക്കെ പോയി. ഈ സന്യാസം കൊണ്ട് എങ്ങനെ മനുഷ്യനെ പിടിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത്. അതല്ല, അവിടെ ഒരു തരത്തിലും ആകർഷണം ഉണ്ടാകരുത്, അവസരങ്ങൾ സൃഷ്ടിക്കരുത്. ശരീരം, മനസ്സ് ഇതിരിക്കുമ്പോൾ ഇതൊക്കെ ജീവന്റെ ദുർബലതകളാണ്. ഇതിൽ നിന്നും കരകയറാൻ ഒരിക്കലും ശരീരം ഇരിക്കെ ഒരു ജീവന് അവകാശമില്ല. അതിന് കീഴ്പ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു പരിരക്ഷ, അങ്ങനെ ഒരു മാർഗത്തിൽ പോകുന്നതിന് പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രുതി അങ്ങനെ പറഞ്ഞത്. വിവർണവാസനായിരിക്കുക, ആകർഷിക്കത്തക്ക തരത്തിൽ വേഷഭൂഷാദികൾ ധരിക്കാതിരിക്കുക എന്നെല്ലാം പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടുത്തെ സന്യാസത്തെ മനസ്സിലാക്കാൻ. ഇതൊന്നും പറയുന്നത് ആർക്കെങ്കിലും പിടിക്കാതെ ഉണ്ടെങ്കിൽ അവരതൊന്ന് സഹിച്ചോളണം. അല്ല, എന്റെ പക്ഷത്തുനിന്ന് വേറൊന്നും ചെയ്യാനില്ല. തിദിക്ഷ അവിടെയും പാലിച്ചോളൂ. എനിക്കിത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, മറിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഇതാണ് നമ്മുടെ ശാസ്ത്രം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യാവജ്ജീവം അത് പറയുന്നു. യാവജ്ജീവം മരണം വരെ അങ്ങനെ ഇരിക്കണം. സന്യസ്യ യാവജ്ജീവം.
സന്യസിച്ചിട്ട് നേരത്തെ മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇത്രാം തീയതി ഇത്രാം സമയം സന്യസിച്ചിട്ട് എന്നല്ല, യാവജ്ജീവം സന്യാസം യാവജ്ജീവം വേണം. സന്യാസം സ്വീകരിക്കുന്ന ഒരു ദിവസം മുതൽ സന്യാസം. ഒരിക്കലും ആർക്കും ഒരു ദിവസം സന്യാസം സ്വീകരിക്കാൻ ഒക്കത്തില്ല. ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് യാവജ്ജീവം മരണം വരെ ആ സന്യാസത്തിൽ തന്നെ ഇരിക്കണം. യോ ബ്രഹ്മണ്യോ അവതിഷ്ഠത, ഏതൊരുവനാണോ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ആരാണോ അവിടെ സ്ഥിതി ചെയ്യുന്നത് അത് പ്രത്യേകം പറയും. യാവജ്ജീവം ജീവിതാന്ത്യം വരെ അത് സ്ഥിതി ചെയ്യുന്നു. സന്യസിച്ചു ഒരിക്കലും സന്യാസം അങ്ങനെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഈ സന്യാസത്തിന് അത്യാശ്രമിക്ക് നിയമങ്ങളില്ല, പക്ഷെ സന്യാസിക്ക് നിയമങ്ങളുണ്ട്. വിവിധ സന്യാസം സ്വീകരിക്കുന്നവന് നിയമമുണ്ട്. അല്ല, ഒന്നാമത്തെ നിയമം എന്താണോ, ആ സന്യാസത്തെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു മനസ്സുള്ള ഒരുത്തനും ഒരിക്കലും സന്യസിക്കരുത്. അപ്പൊ സന്യാസം ഒരു പ്രലോഭനമായി മാറുമ്പോഴാണ് ഇച്ഛാഭംഗങ്ങളുണ്ട് ഓരോരുത്തർ സന്യാസത്തെ ഉപേക്ഷിച്ചിട്ടാണ്. ഒരിക്കലും അത്തരം ഒരു മാർഗത്തിലേക്ക് പോകരുത്. ആരും നമ്മളെ ബലം പ്രയോഗിച്ച് സന്യസിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു വിവിധ സന്യാസം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ കാവ്യമൊക്കെ കൊടുത്ത് വിരജാഹമൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തവൻ ഏതെങ്കിലും കാരണവശാൽ അതിൽ നിന്ന് പതിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ പ്രായശ്ചിത്തമില്ലെന്നാണ്. മരണം പോലും അതിന് പ്രായശ്ചിത്തമല്ല. അവൻ ആത്മഹത്യ ചെയ്താൽ കൂടിയും അതിന് പ്രായശ്ചിത്തമില്ലെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. ബ്രഹ്മഹത്യ പാപത്തെക്കാളും വലിയ പാപമായിട്ടാണ്, വീഴ്ചയാണ്. അത്രയും ഗൗരവമുള്ള ഒരു പ്രശ്നത്തെയാണ് ആൾക്കാർ വളരെ നിസ്സാരമായിട്ട് സന്യസിച്ചു കളയുന്നു. എന്നിട്ട് വളരെ നിസ്സാരമായിട്ട് അതിനെ ഉപേക്ഷിച്ചു പോകുന്നു. അത് കൊടിയ പാപമായിട്ടാണ് നമ്മൾ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. ഒരിക്കലും അത് പാടില്ല. ഇവിടെ പറയുന്ന ഭാഷകാരൻ യാവജ്ജീവം, ശരീരനാശം വരെ ആ ധർമ്മത്തിൽ തന്നെ ഒരുവൻ സ്ഥിതി ചെയ്യാൻ ബാധ്യതയുണ്ട്. അതാണ് അതിന്റെ ഒന്നാമത്തെ നിയമം, വിവിധ സന്യാസം. അപ്പോൾ ബാഹ്യമായി വേഷം പരിത്യജിക്കുന്നില്ല, ആന്തരികമായി പതിച്ചു പോയാൽ അതും പാടില്ല. ആ ധർമ്മത്തിൽ ബാഹ്യമായും ആന്തരികമായും നിൽക്കണം. അത് നിൽക്കണം, രണ്ടു തരത്തിൽ നിൽക്കണം. അത് തിരിച്ചു വരാൻ പാടില്ല. പിന്നെ അതിനും ഒരു ന്യായീകരണം കണ്ടെത്തരുത്. ഒരു സന്യാസി പരിചയമുള്ള ആളുകൾ 10-30 വർഷം സന്യാസിയായിരുന്നു. 50 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് തോന്നി വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചു. ഞാൻ ചോദിച്ചു, എന്തു പറ്റിയത്, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? സന്യസിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സന്യസിക്കുന്നത് ജ്ഞാനം നേടാനും മോക്ഷം നേടാനുമാണ്. അത് നേടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് പിന്നെ വിവാഹം കഴിക്കാമെന്നില്ല. എന്നോട് നേരിട്ട് പറഞ്ഞാണ്, കഥയല്ല. പേര് വേണമെങ്കിലും പറഞ്ഞുതരാം രഹസ്യമായിട്ട്. അവിടുന്ന് ജീവിച്ചിരിപ്പുണ്ട്. സന്യാസം കൊണ്ട് എന്താണോ നേടേണ്ടത് നേടിക്കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇനി വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് വയസ്സുകാലത്ത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് അന്ത്യേ വൈശ്യവി. ഭാഷകാരൻ പ്രത്യേകം പറയും വയസ്സുകാലത്താണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അപ്പോഴാണ് മനസ്സ് പതറിപ്പോകുന്നത്. അതുകൊണ്ട് യാവജ്ജീവം മരണാന്ത്യം വരെ അതിന് തയ്യാറുണ്ടെങ്കിൽ ഒരാൾ സന്യാസത്തിലേക്ക് പോകാം. ഇല്ലെങ്കിൽ ഈ വഴിക്കൊന്നും നീങ്ങണ്ട. അപകടമാണ്. കാരണം പലതിനും മാതൃകയാണ്. എല്ലാവർക്കും എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അതിന് വിഗ്രഹങ്ങൾ വേണം, എപ്പോഴും ഇല്ലാതെ അതിലിരിക്കാൻ പറ്റത്തില്ല.
കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് സംസാരിക്കുമ്പോൾ കുറെ സ്വാമിമാരുടെ കഥയൊക്കെ പറഞ്ഞു. അതൊക്കെ മനസ്സിൽ വന്നുകൊണ്ടായിപ്പോൾ ഇത്ര ഞാൻ വിശദീകരിക്കുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ പല മാതൃകകളെയും സ്വീകരിക്കുന്നത് ചിലപ്പോൾ നമുക്കും തോന്നിപ്പോകും. നമ്മുടെ മുമ്പിൽ എല്ലാ മാതൃകകളുമുണ്ട്. സന്യാസത്തിന് അതൊന്നും മാതൃകകളല്ല. അതിലൊറ്റ മാതൃകയുള്ളൂ, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന മാതൃക. അതിൽ പിന്നെ തിരിച്ചു വരാൻ ആർക്കും അവകാശമില്ല. ഭാഷകാരനൂടെ പറയുന്നു, യാവജ്ജീവം യോ ബ്രഹ്മണ്യവ അവതിഷ്ഠതേ, പിന്നെ വിഷയനിഷ്ഠ ആകാൻ പാടില്ല. ഏത് വ്രതത്തെയാണോ സ്വീകരിച്ചിരിക്കുന്നത് ആ വ്രതത്തിൽ തന്നെ സ്ഥിതി ചെയ്യണം, വ്യതിചലിക്കരുത്. വ്യതിചലിച്ച് പോയാൽ പിന്നെ അതിനെ ന്യായീകരിക്കരുത്. അത് ഒരു പാപമാണെന്നുള്ള രീതിയിൽ തന്നെ അതിനെ തിരിച്ചറിയണം. അത്രയും വിവേകമെങ്കിലും വേണം. ബ്രഹ്മനിർവാണം വൃച്ഛതി. ഇങ്ങനൊരു പതനത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ പതനത്തെ എങ്ങനെ ഒഴിവാക്കാം? പലരുടെ അനുഭവം നമ്മളെ അതാണ് കാണിച്ചു തരുന്നത്. ഇതുകൊണ്ടൊരു പതനത്തിനുള്ള സാധ്യത ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള മുൻകരുതൽ ആവശ്യമാണല്ലോ. അതെങ്ങനെ അത് സാധിക്കാം? അതിനൊരു ഉപായമേ ഉള്ളൂ. നിരന്തരം, നേരത്തെ പറഞ്ഞല്ലോ, ഇതും ഒരു മനോവൃത്തിയാണ്. എല്ലാ മനോവൃത്തികളും ദുർബലപ്പെടുത്തുന്നതും ക്ഷീണിക്കുന്നതും നശിക്കുന്നതുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ജായതേ അസ്തി വർദ്ധതേ വിപരിണമതി അപക്ഷീയതി നശ്യതി. ഷഡ്ഭാവ വികാരങ്ങൾ എല്ലാ ഭൗതിക വസ്തുക്കൾക്കും ഉണ്ട്. അത് നമ്മുടെ അന്ധകരണത്തിനുണ്ട്, മനസ്സിനുണ്ട്. ഏത് സങ്കല്പവും ഏത് വ്രതവും ഈ പരിണാമത്തിന് വിധേയമാണ്. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് ഒരാൾ പതിച്ചു പോയാലും നമ്മൾ അയാളെ കുറ്റപ്പെടുത്തണം. എന്തുകൊണ്ട്? അത് സംഭവിക്കാം. ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യം. എന്തുകൊണ്ട്? ഇത് വികാരമാണ്, മനസ്സ്. അതിൽ ഏത് സമയവും നാശം സംഭവിക്കാം, അപക്ഷയം സംഭവിക്കാം, വിപരിണാമം സംഭവിക്കാം, വൃദ്ധി സംഭവിക്കാം. അപ്പൊ ഇതൊഴിവാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. നിരന്തരം മനസ്സിനെ ഊർജം പകർന്നുകൊണ്ടേയിരിക്കുക. നിരന്തരം അതിന് വൃദ്ധി ഉണ്ടാക്കത്തക്ക രീതിയിൽ മനസ്സിനെ നിലനിർത്തുക. നിരന്തരം സത്സംഗത്തിലിരിക്കുക, നിരന്തരം സാധുസേവയിലിരിക്കുക. അതേ ഉള്ളവായി. നമ്മളെ ശാസ്ത്രങ്ങളെ സംഘം ഭജേയുഹു, ആധ്യാത്മിക സാധകന്മാർ ഒരുമിച്ചിരിക്കുക. അവർ ഒരുമിച്ച് ജീവിക്കുന്നവർക്കൊരു ഒരിക്കലും ആ സമൂഹത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക. അങ്ങനെ ഒരുമിച്ചിരുന്ന് തമ്മിലടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുമിച്ചിരുന്നുകൊണ്ട് മാത്രം ശരിയാകുന്നുള്ളതല്ല. പക്ഷെ അതൊരു പ്രാഥമികമായ നിർദ്ദേശമാണ്. അങ്ങനെ ഒരുമിച്ചിരിക്കുക. ഒരുമിച്ചിരുന്ന് പരസ്പരം രാഗദ്വേഷങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ അതൊന്നും പറയുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് എന്തിനാണ് അങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്? സത്സംഗത്തിന് വേണ്ടിയിട്ടാണ്. സത്സംഗം എന്ന് പറയുമ്പോൾ അങ്ങനെ ധരിക്കരുത് വേറൊരാളും നമ്മളെ പഠിപ്പിക്കുന്നതാണ് സത്സംഗം. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പരസ്പരം ഉള്ള സംഘം തന്നെ ആണ് ഇതിനെ രക്ഷിക്കുന്നത്. പരസ്പരം രക്ഷിക്കുക എന്നുള്ളതാണ്. ഒരുതിന് ആത്മസംഘം കൊണ്ട് തന്നെ രക്ഷപ്പെടാം. ആ നിലയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബാഹ്യമായ സംഘത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ എത്തിയവർ. പക്ഷെ എന്നാലും മനസ്സിൽ അങ്ങനെ നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ബാഹ്യമായ സത്സംഗം, അതിനാണ് ഒരുമിച്ച് കഴിയുന്നത്. എന്നിട്ടിത് നിലനിർത്തുക. പരസ്പരം വിചാരത്തിലും ചിന്തയിലും ചർച്ചയിലും എല്ലാം മനസ്സിൽ ഈ സത്സംഗത്തെ നിലനിർത്തുക. കഴിഞ്ഞ ദിവസം അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് ഈ സത്സംഗം കേൾക്കാൻ വലിയ കൊതിയാണ്, ഈ വലിയ ആഗ്രഹമാണ് സത്സംഗം കേൾക്കുന്നതിന്. അപ്പോ ഒരു മഹാത്മാവിന് പ്രത്യേകിച്ച് സത്സംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ സത്സംഗത്തിന്റെ മഹത്വം അംഗീകരിക്കുന്നു. അതാണ് മഹത്വം. അതിനാണ് നമ്മൾ നമിക്കേണ്ടത്, അതിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്. കാരണം ആ സത്സംഗത്തിന്റെ മഹത്വം അത്രയും വലുതാണ്. നിരന്തരം അത് മനസ്സിൽ നിർത്തും.
ഒരു ക്ഷണം പോലും വിടാതിരിക്കുക. അത് മഹാത്മാക്കൾ പോലും നിരന്തരം ആ സത്സംഗത്തെ മനസ്സിനെ നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സാധകന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പലർക്കും ഈ സത്സംഗത്തിൽ ഇരിക്കുന്നത് തന്നെ, സത്സംഗം ശ്രവിക്കുന്നത് തന്നെ മോശമെന്ന് കരുതുന്നു. കാരണം അങ്ങനെ താൻ സത്സംഗം ശ്രവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ താൻ ജ്ഞാനിയല്ലെന്ന് ധരിച്ചാലോ, അങ്ങനെയുള്ള ആശങ്കകൾ മനസ്സിൽ. ഞാൻ ജ്ഞാനിയാണ്, ഞാൻ സത്സംഗം കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർ ധരിക്കും ഞാൻ അജ്ഞനാണെന്ന് ധരിച്ചത്, അതുകൊണ്ട് കേൾക്കുന്നത്. ചിലർ കേൾക്കുമ്പോൾ അങ്ങനെയല്ല, കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, എന്നാലും ഒന്ന് കേട്ടേക്കാം, അങ്ങനെ മനോഭാവത്തിൽ കേൾക്കുന്നവരുമുണ്ട്. ചിലർ കേൾക്കുന്ന അങ്ങനെയല്ല, ഇയാൾക്ക് എത്ര വിവരമുണ്ടെന്നൊന്നും മനസ്സിലായില്ല. ഇങ്ങനെയുള്ള പല മനോഭാവത്തിലാണ് സത്സംഗത്തിൽ. പിന്നെ ചിലർ സത്സംഗം കേൾക്കുന്ന അങ്ങനെയല്ല, അവരുടെ മനസ്സിൽ ഒരു 4-5 പേര് കാണും, ഇതിലാർക്കാ കൂടുതൽ വിവരമൊന്നും അറിയില്ല. ഒരു ചെറിയൊരു ജിജ്ഞാസ, ഒരു ചപലത, ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. വേറെ ആളിങ്ങനെയുണ്ട്, ഇയാളിങ്ങനെയുണ്ട്, ആർക്കാണ് കൂടുതൽ ഡിഗ്രി ഉള്ളത്, ഇതെന്നറിയാൻ വേണ്ടി ഇങ്ങനെ പല മനോഭാവത്തിലാണ് സത്സംഗത്തിരിക്കുന്നത്. അതൊന്നുമല്ല, ആര് പറയുന്നു നോക്കേണ്ട കാര്യമില്ല, എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി. പറയുന്നവനെ നമ്മൾ മഹത്വപ്പെടുത്തണ്ട ഒരിക്കലും, അത് പറയുന്നത്. പറയുന്നവനെ മഹത്വപ്പെടുത്താനൊന്നും പോകും. പറയുന്നത് എന്താണ് അത് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ കുറ്റിച്ചൂല്, അതിനൊരു മഹത്വമുണ്ട്. കാരണം അത് വൃത്തികെട്ടതാണെങ്കിലും മറ്റുള്ളവരെ അതിന് വൃത്തിയാക്കാൻ പറ്റും. സത്സംഗത്തിന് അങ്ങനെ ഒരു മഹത്വമുണ്ട്. അത് എന്ത് ശ്രദ്ധിക്കുന്നു, എന്താണ് പറയുന്നത്, അതിന് പറയുന്നവനെ അംഗീകരിക്കാനും പറയുന്നവനെ ബഹുമാനിക്കാനും ഒന്നും പോകേണ്ട കാര്യമില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ എന്താണ് അത് മനസ്സിൽ നിലനിർത്തുക. തീർച്ചയായിട്ടും അത് മനസ്സിൽ നിലനിർത്തുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. അത് യാവജ്ജീവം, ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, മരണം വരെ അത് വിടാതിരിക്കുക. എന്നാൽ മാത്രമേ അതിനെ ഇതിന്റെ ഇപ്പോൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നതിന് ഒരാൾ സ്വീകരിക്കുന്നത് കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വസ്ഥതയും ശാന്തതയും ജീവിതത്തിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആൾക്കാർക്ക് ആശ്രമത്തിലേക്ക് വരുമ്പം ഇത് രണ്ടായിട്ട് അനുഭവപ്പെടുന്നു. ആശ്രമ ജീവിതം വേറെ, ആധ്യാത്മിക ജീവിതം വേറെ, അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. പറയുന്ന ആശ്രമത്തിൽ സ്വസ്ഥതയില്ലെന്നാണ്. എന്തുകൊണ്ടാണ് സ്വസ്ഥതയില്ലാത്ത ചോദിച്ചാൽ പറയും, അവൻ എന്നെ ഒന്ന് ഞോണ്ടി, അവൻ എന്നെ ഒന്ന് കുത്തി, ഞാൻ വളരെ നേരെ പോകാൻ ആഗ്രഹിക്കുന്നതാണ്, എന്നാലും എന്നെ നേരെ പോകാൻ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യും? നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലെങ്കിലും എല്ലാവരും പറയുന്നതാണ്, ഒരു മനുഷ്യനും നമ്മൾ ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഉപദ്രവിക്കുന്നു. രണ്ടുപേരും പരസ്പരം പറയുന്നതാണ്. ഇത് ആശ്രമത്തിലുമുണ്ട്, പുറം ലോകത്തും ഇതാണ്. ആശ്രമ ജീവിതത്തിൽ അവിടെ വന്നത് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെയും ആത്മീയത അവിടെയും നഷ്ടപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇത് തന്നെയാണ്. മനസ്സിൽ സത്സംഗമില്ല, മനസ്സിൽ ആ ഉണർവ് നിലനിർത്താൻ കഴിയുന്നില്ല. നിരന്തരം ഒരു ക്ഷണം ഇത് വിട്ടുകഴിഞ്ഞാൽ തന്നെ പതിക്കുമെന്ന് പറയും. അപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ ഇത് ഒഴിവാക്കിയാൽ പറയാനുണ്ട്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരി തന്നെയാണ്. സ്വാമി പറയുന്നതൊക്കെ ശരിയല്ല. കേൾക്കുന്ന സമയത്ത് ശാന്തിയുണ്ട്, പറയുന്ന സമയത്തുമുണ്ട് മനസ്സിന് ശാന്തി. പക്ഷെ അതങ്ങോട്ട് വിട്ടുകഴിയുമ്പോൾ ഇതെല്ലാം പാടെ നഷ്ടപ്പെടുകയാണ്. വ്യവഹാരത്തിലേക്ക്, കർമ്മത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അത് ശരിയാണ്.
അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേറെ ഉപായമൊന്നുമില്ല, ഇത് കേട്ടുകൊണ്ടേയിരിക്കുക, അതേ ഉള്ളൂ ഉപായം. കേൾക്കുമ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ കേട്ടുകൊണ്ടേയിരിക്കുക. കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആ ചിന്തയെങ്കിലും ഏതെങ്കിലും തരത്തിൽ മനസ്സിൽ നിലനിർത്തുക. അതല്ലാതെ ഇതിന് വേറൊരു ഉപായം ഇല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് യാവജ്ജീവം, മരണം വരെ. ചിലർ അങ്ങനെയല്ല, പലരെയും കണ്ടിട്ടുണ്ട് വളരെ വാശിയോടുകൂടി ഇതിന്റെ തുടക്കത്തിൽ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വീട് വിടുമ്പോൾ ഒക്കെ വളരെ താല്പര്യത്തോടുകൂടി കുറച്ചു കാലം ഇതിനു വേണ്ടിയൊക്കെ ശ്രമിക്കും, ജപിക്കും, ധ്യാനിക്കും, സത്സംഗം ശ്രമിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഏത് പ്രവൃത്തിക്കും അങ്ങനെ ഒരു ഇതുണ്ട്, ആവർത്തനം അത് വിരസമാക്കും, താല്പര്യം കുറയും, പിന്നെ ഇതിൽ വൈമുഖ്യം വരും. വൈമുഖ്യം വരുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കത്തില്ല. ഒരു സ്വയം ധരിക്കുന്നത് ജ്ഞാനം ഉണ്ടായിരുന്നു, ജ്ഞാനം ഉണ്ടായതുകൊണ്ട് ഇനി ഇതൊന്നും വേണ്ട എന്ന് പറയുന്നു. പിന്നെ ഗുരുവാകുന്നതിനുള്ള അഭ്യാസങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. അഭ്യാസത്തിലൂടെ ഗുരുവാകാൻ പറ്റും. അതല്ല ഇവിടെ പറയുന്നത്, ഗുരുവാകുന്നതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ്, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന് ചെറിയ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ആർക്കും വേണോ ഞാൻ പറഞ്ഞുതരാം. പരസ്യമായി പറഞ്ഞാൽ എല്ലാവരും ആകും, അതുകൊണ്ട് പരസ്യമായി പറയുന്നില്ല. അത്യാവശ്യം ആർക്കെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം, ഒന്നും വലിയൊരു കാര്യമില്ല. അതുകൊണ്ടൊന്നും മനസ്സിന് ശാന്തി വരത്തില്ല. ഈ പറയുന്ന ബ്രഹ്മനിർവൃതിയും ഭാഷ്യകാരൻ പറയുന്നു, ആ ബ്രഹ്മനിർവൃതി ഉണ്ടാകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പലതും ആകും, സ്വയം ഒന്നും ആകത്തില്ല. സ്വയമാകുക, അതിന് യാവജ്ജീവം യോ ബ്രഹ്മണ്യവ അവതിഷ്ഠതേ. അവൻ ഏതൊരു വ്രതത്തെയാണോ ഏതൊരു നിഷ്ഠയാണോ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചത്, അവതിഷ്ഠതേ, അവതിഷ്ഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറച്ചിരിക്കുക എന്നുള്ളതാണ്. സ്ഥാധാതു സ്ഥിതി ചെയ്യുക. അതിന് അവ എന്ന് പറയുന്ന ഉപസർഗം ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം മാറും. എന്താണ്? ഉറച്ചിരിക്കുക, ഒരിക്കലും വ്യതിചരിക്കാതിരിക്കുക. സ ബ്രഹ്മനിർവാണം വരിച്ചതി, അവൻ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു, അണഞ്ഞു പോകുന്നു. നിർവാണ ശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥം. അഗ്നി, പ്രകാശിക്കുന്ന അഗ്നി അണഞ്ഞു പോകുന്ന അഗ്നി. അതുപോലെ ജീവന്റെ ജീവഭാവം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ജീവഭാവത്തോടുകൂടി ചേർന്ന് വന്നിരുന്ന അവന്റെ എല്ലാ ദുഃഖങ്ങളും അവിടെ ഉപശമിക്കുന്നു. അതാണ് ബ്രഹ്മനിർവാണം. ആ ഭാവങ്ങളെല്ലാം നശിക്കുന്നു, പുതിയ ഭാവങ്ങളൊന്നും വരുന്നില്ല, ഉള്ള ഭാവങ്ങളെല്ലാം നശിക്കുന്നു, ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മുമ്പിൽ അവന് കാണിച്ചു കൊടുക്കാവുന്ന ഏറ്റവും ഉന്നതമായൊരു ആദർശം, അതാണിവിടെ ഭാഷ്യകാരൻ ഗീതാകാരനും വിശദീകരിക്കുന്ന ഈ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത്. ഇതിനുപരിയായിട്ട് അവന് ഒരു മാർഗദർശനം കൊടുക്കാൻ നമ്മുടെ ശാസ്ത്രത്തിൽ വേറെ ഒന്നുമില്ല. വേറെ തപസ്സുകളോ യോഗങ്ങളോ ത്യാഗങ്ങളോ ഒന്നും ഇതിന് സമം വരുന്നതല്ല. എന്തുകൊണ്ട്? ഇതിന്റെ മഹത്വം ഇവിടെ പറയുന്ന ഇത് വാഗ്ദാനം ചെയ്തു പരമമായ ശാന്തി. അത് എവിടെ? ഒരു ജീവന് ഈ ജീവിതത്തിൽ തന്നെ. അതാണ് ഇതിന്റെ പ്രത്യേകത. മരിച്ചതിന് ശേഷമുള്ള ഒരു ശാന്തിയെ വാഗ്ദാനം ചെയ്യുന്നില്ല, സ്വർഗത്തെ വാഗ്ദാനം ചെയ്യുന്നില്ല. ഒരു ജീവിച്ചിരിക്കെ തന്നെ അവന് പരമമായ. അതിന് ഈ പറയുന്ന കാര്യത്തെ പ്രഥമമായിട്ട് ഗ്രഹിക്കണം, പിന്നെ അതിനെ അനുസരിക്കണം, അനുഷ്ഠിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രഹ്മനിർവാണത്തെ ആർക്കും പ്രാപിക്കാവുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് അന്തകാലേവി, അവസാന കാലത്തിലെങ്കിലും ഇതൊന്ന് ഉറച്ചു കിട്ടിയാവുന്നു. അതുകൊണ്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിച്ച് ആവശ്യമില്ലാത്ത ഇടാകൂടങ്ങൾക്കൊന്നും പോകാതെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെ കാര്യം പറയാനുണ്ട്. പുണ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അതാണ്
ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഗൃഹസ്ഥന്മാരോടൊക്കെ ചോദിച്ചു നോക്കുക, അവർ പറയും. അവസാന സമയത്തൊക്കെ ആശ്രമത്തിൽ വരുന്നത് നേരത്തെ നമുക്ക് തോന്നിയില്ലല്ലോ, കുറച്ചുകൂടെ നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എത്രയും നല്ല കാര്യം എന്ന് പറയും. കാരണം പല അബദ്ധങ്ങളും ചാടിയതിനു ശേഷം പിന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഗൗരവം വരത്തില്ല, പല വൈഷമ്യങ്ങളും വരുന്നു. അത്തരം വൈതരണികളിലൊന്നും കടക്കാതെ ഇതിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സിന് കുറച്ചുകൂടി തെളിച്ചം ഉണ്ടാവും, മനസ്സിന് കുറച്ചുകൂടി ബലം ഉണ്ടാവും, എല്ലാ തരത്തിലും സർവകർണങ്ങൾക്കും കുറച്ചുകൂടി വീര്യം ഉണ്ടാവും. അതെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ പ്രപഞ്ച കാര്യങ്ങളിൽ പെട്ട് മനസ്സിനെ വലയ്ക്കാതെ അതെല്ലാം നമ്മൾ ഇറങ്ങിത്തിരിച്ച കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെങ്കിൽ ഇതാർക്കും ഈ ജന്മത്തിൽ തന്നെ ഈ പറയുന്ന സ്ഥിതപ്രജ്ഞതയെ നേടാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് നിർവികൽപ്പ സമാധി നേടാൻ കഴിഞ്ഞില്ലെന്നിരിക്കും, അത് നേടുമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നു. ചിലപ്പോൾ അത് കഴിഞ്ഞില്ല എന്നിരിക്കും, സ്വർഗത്ത് പോകാൻ കഴിഞ്ഞില്ലെന്നിരിക്കും, വൈകുണ്ഠവും കൈലാസവും ചിലപ്പം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. പക്ഷെ ഈ പറയുന്ന സ്ഥിതപ്രജ്ഞ ലക്ഷണം ഇതിനങ്ങനെയുള്ള യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു, ചെയ്താൽ അതിന്റെ ഫലത്തെയും വ്യക്തമായി പറയുന്നു. ഇത് ആശയത്തിൽ യാതൊരു തരത്തിലുള്ള അവ്യക്തതയും. അതുകൊണ്ടാണ് അധ്യാത്മശാസ്ത്രവും നിഗൂഢശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിഗൂഢശാസ്ത്രം എന്ന് പറയുന്ന എന്താ എന്ന് പറയുന്ന വേറെ പേര് മിസ്റ്റിസിസം. അതും അധ്യാത്മശാസ്ത്രവും തമ്മിൽ വ്യത്യാസം. അവിടെ എന്താണ്? അവിടെ ഒരിക്കലും നമ്മുടെ ബോധത്തിന് തെളിമയില്ല, പല നിഗൂഢതകളിലേക്കും നമ്മൾ പ്രതീക്ഷിച്ചാണ് അവിടെ ജീവിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. എന്താണ് നിങ്ങൾ നേടേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായി പറയും. അതിന്റെ ഫലം എന്താണ് അതും വ്യക്തമായി പറയും. രണ്ടും പറയുന്നത് വ്യക്തമായിട്ടാണ്. കേൾക്കുന്നവന് നിഗൂഢത ഉണ്ടാവും, അതിവിടെയും ഉണ്ടാവും. മറ്റിടത്ത് അങ്ങനെയല്ല. നിഗൂഢശാസ്ത്രത്തിൽ പറയുന്നതും നിഗൂഢമായിട്ടായിരിക്കും, കേൾക്കുന്നതും നിഗൂഢമായിട്ടായിരിക്കും. ഒരിക്കലും അവന് പ്രതീക്ഷകളിൽ തന്നെ മുമ്പോട്ട് പോകേണ്ടി വരും. എന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, പറയുന്നത് വളരെ തെളിമയോടെയാണ്. കേൾക്കുന്നവന് ചിലപ്പോൾ അത് ഗ്രഹിക്കാൻ വൈഷമ്യം വരും. ആ കേൾക്കുന്നവന്റെ നിലയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇനി ഗുഹ്യതമെന്ന് ശാസ്ത്രം, ഗുഹ്യതരമല്ല എന്ന് പറയും. പറയുന്ന ആശയത്തിന്റെ ആശയം അവ്യക്തമായതുകൊണ്ടല്ല, പറയുന്ന ആള് പറയുന്നത് വ്യക്തമായി തന്നെ അറിയിക്കുന്നു. കേൾക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അവന്റെ മനസ്സിൽ പല നിഗൂഢതകളും സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അവൻ തന്നെ അവന്റെ മനസ്സിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണത് ദുർഗ്രഹമായി തീരുന്നത്. ആണ് ആ ദുർഗ്രഹത അധികാരഭേദം കൊണ്ട് വരുന്നതെന്നുള്ളതാണ്. ഇവിടെ അധ്യാത്മശാസ്ത്രത്തിന്റെ പ്രത്യേകത അത് വളരെ വ്യക്തതയുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നമുക്കങ്ങനെ അവ്യക്തമാക്കേണ്ട കാര്യങ്ങളില്ല, എല്ലാം വ്യക്തം തന്നെ. അതുകൊണ്ട് തന്നെ അത് മറ്റ് നിഗൂഢശാസ്ത്രങ്ങളിൽ നിന്നുമെല്ലാം അത് വ്യത്യസ്തമായിരിക്കുന്നു. അതിന്റെ ഫലം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. ഈ ജന്മത്തിൽ തന്നെ ഈ പറയുന്ന ശാന്തി ഒരുവന് അനുഭവിക്കാൻ പറ്റും, അറിയാൻ പറ്റും. അത് ഇനി അടുത്ത് പറയും. സത്യം ഏത് വ്രതം മന്നി എന്നാം വദസി കേശവ. അപ്പോ അർജുനനും ഭഗവാൻ പറയും എന്താണ്? ഞാൻ നിന്നോട് പറയുന്നതെല്ലാം സത്യമാണ്. ഇനി അർജുനന്റെ മനസ്സിൽ തോന്നിയാലോ ഇതിലെന്തെങ്കിലും തട്ടിപ്പുണ്ടെന്ന് അതുകൊണ്ടൊരു സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, ആണയിട്ട് പറയുകയാണ്. ഇത് സത്യമാണ്, ഇതിന് യാതൊരു അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? കേൾക്കുന്നവന് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പൊ ഭഗവാൻ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. എന്നാലും ഭഗവാൻ ആണയിടേണ്ടി വരുന്നു ഇവനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ കുട്ടികളുടെ തലയിൽ കൈവച്ച് ആണയിടും. ആണയിട്ട് ബോധിപ്പിക്കുമല്ലോ ഒരാളുടെ. കാരണം അവിശ്വസിക്കുന്ന സ്ഥലത്താണ് ആണയിട്ട് ബോധിപ്പിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഭഗവാൻ ആണയിട്ട് ബോധിപ്പിക്കുന്നുണ്ട്.
അവസാനം അങ്ങനെ ആണയിട്ട് പറഞ്ഞപ്പോൾ ഇവിടെ ശ്രോതാവ് ശിഷ്യനും പറയുന്നുണ്ട്, ശരി, ആണയിട്ടതുകൊണ്ട് ഞാനും വിശ്വസിക്കാം, ഇത് ശരിയാണ്. അങ്ങനെ ആണയിട്ട് പറഞ്ഞല്ലോ ഇത് സത്യമാണെന്ന്. അപ്പൊ അങ്ങനെ ഉറപ്പിച്ച് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? കേൾക്കുന്നവന്റെ മനസ്സ് സംശയങ്ങൾ വരുന്നു, ഇതൊക്കെ സത്യമാണോ എന്നാണ്. വീണ്ടും പറയുന്നുണ്ട്, ഞാനിത് പ്രതിജ്ഞ ചെയ്യും, നമ്മെ ഭക്തപ്രണശ്യതി, ഞാനീ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. ഇനി അതിൽ കൂടുതൽ എന്ത് ചെയ്യണം? സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതല്ലാതെ ഭഗവാൻ സ്വയം സത്യസ്വരൂപനായിരിക്കും. സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാന് പോലും അവിടെ ശ്രോതാവിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നു. ഏത് സത്യത്തെ പിടിച്ചാൽ പിന്നെ ആണ് ഇടുന്നത്? കാരണം അത് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഭഗവാനെ കൊണ്ടുവരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു. അങ്ങനെ ചെയ്യിക്കുന്നവന്റെ മനസ്സിലാണ് ഈ അവ്യക്തത, അല്ലാതെ തത്വത്തിൽ അവ്യക്തതയൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ സത്യം ചെയ്യേണ്ടി വരുന്നത്. കേൾക്കുന്നവനും പറയും അവസാനം, ശരി, അങ്ങ് സത്യം ചെയ്തതുകൊണ്ട് ഞാനിതിനെ സ്വീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രത്തിന് യാതൊരു തരത്തിലുള്ള അവ്യക്തതയും, പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. നമ്മളിതിന് യാതൊരു അത്ഭുതങ്ങളോ നിഗൂഢതകളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ആശയം വ്യക്തത വരുന്നു. മനസ്സ് സ്വച്ഛമാണെങ്കിൽ ഇവിടെ ആശയവും വ്യക്തമാണ്. ആശയം ഒരുവന് വ്യക്തമായി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ തന്നെ അവനിതിന്റെ ഫലവും അനുഭവിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കാം. പാർത്ഥ, അല്ലയോ അർജുന, യേശ ബ്രാഹ്മീ സ്ഥിതി, യേശ, ഞാൻ ഇതുവരെ പറഞ്ഞതാണ് ബ്രാഹ്മീ സ്ഥിതി, ബ്രഹ്മനിഷ്ഠ, അതാണ് ബ്രാഹ്മീ സ്ഥിതി. ഏനാം പ്രാപ്യ, ഈ ബ്രഹ്മനിഷ്ഠയെ പ്രാപിച്ചിട്ട് ന വിമുഹ്യതി, ഒരുവൻ മോഹിക്കുന്നില്ല, ദുഃഖമില്ല. അസ്യാം, ഈ നിഷ്ഠയിൽ, അന്ധകാലേപി സ്ഥിത്വ, അന്ധകാലത്തിലെങ്കിലും ഉറച്ചിട്ട് ഒരുവൻ ബ്രഹ്മനിർവാണം ഋച്ഛതി, ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. ഗീതയിലെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഭഗവത്ഗീത ഇവിടം കൊണ്ട് അവസാനിച്ചു എന്നാണ്. പറഞ്ഞാൽ ഇവിടെ കർമ്മം, കർമ്മയോഗം, ആദ്യം അർജുനനെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ മോക്ഷസി മഹി, കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിന് പരിചയമുണ്ടാക്കി. അത് കഴിഞ്ഞ് കർമ്മ യോഗത്തെക്കുറിച്ച് പറഞ്ഞു, ചിത്തശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു, തത്വജ്ഞാനത്തെക്കുറിച്ച്, തത്വനിഷ്ഠയെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച്, ഇത്രയും ചർച്ച ചെയ്തു. അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഇത്രയും ചർച്ച ചെയ്യാനുള്ളൂ. ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഗീതാശാസ്ത്രം, കാരണം ഇവിടെ ബ്രഹ്മനിർവാണം ഋച്ഛതി അവസാനം പറഞ്ഞിരിക്കുന്നു, അവസാനത്തെ വാക്ക് അതാണ്, ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. അപ്പൊ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അതുവരെ പറയാനുള്ളൂ, അതിനപ്പുറം ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇവിടെ ഗീത അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ 17 അധ്യായങ്ങൾ എന്തിനു വന്നു? പിന്നെ വന്നത് ഭഗവാന്റെ ഉപദേശം ഇവിടെ അവസാനിച്ചു. പക്ഷേ ശ്രോതാവിന്റെ, ശിഷ്യന്റെ ജിജ്ഞാസ അവസാനിച്ചില്ല. എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ബോധിച്ചില്ല. ബോധിച്ചു, ഏറെക്കുറെയൊക്കെ ബോധിച്ചു. നമ്മളിലൊക്കെ സംഭവിക്കുന്നു അതുപോലെ തന്നെ. നമ്മൾ യാവത് ജീവൻ ഇത് ശ്രവിച്ചുകൊണ്ടിരുന്നാലും വീണ്ടും സംശയം വരുന്നില്ല.
വീണ്ടും വരുന്ന സംശയങ്ങൾക്ക് ഉള്ള വിശദീകരണമായിട്ടാണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ. എന്നുവെച്ചാൽ പുതുതായൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല എന്നാണ്. പറഞ്ഞതിനപ്പുറം ഇനിയൊന്നും പറയാനില്ല. അതിനകത്ത് എല്ലാം ഉണ്ട്. എല്ലാ യോഗങ്ങളും എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട് എന്നാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത അധ്യായത്തിൽ എന്താണ് കാണുന്നത്? അർജുനനോട് തന്നെ ചോദ്യം ചോദിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടും നമ്മൾ ചോദ്യം ചോദിക്കാറില്ല. പറയുന്നതിന്റെ മനസ്സ് നമ്മിലേക്ക് വരാത്തതുകൊണ്ട്. അതുപോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഭഗവാൻ സമാനം പറയുന്നു. എത്രയൊക്കെ പറഞ്ഞിട്ടും അർജുനൻ അങ്ങോട്ട് ബോധിക്കുന്നുണ്ട്. അവസാനം തന്റെ എല്ലാ വിഭൂതികളെ കുറിച്ചും വിസ്തരിച്ചു. അതുകൊണ്ടും അർജുനന് തൃപ്തി വരുന്നില്ല. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഭാഷ്യകാരൻ തന്നെ പറയും, ശ്രുതി ശാസ്ത്രം എപ്പോഴും ശ്രമിക്കുന്ന എന്താണോ, ഏതെങ്കിലും തരത്തിൽ ഇവന്റെ തലയ്ക്കകത്തൊരു വെളിച്ചം കിടത്തിവിടുക. എങ്ങനെയെങ്കിലും എന്തു മാർഗം ഉപയോഗിച്ചു. ഭഗവാൻ പിന്നീട് തന്റെ അവസാനത്തെ ആയുധവും പുറത്തെടുത്തു, ബ്രഹ്മാസ്ത്രം. അതും പുറത്തെടുത്ത് കാണിച്ചു. എങ്ങനെയെങ്കിലും ഇവനൊരു വെളിവുണ്ടാകട്ടെ എന്ന് വിചാരിച്ചു. ആണ് വിശ്വരൂപ ദർശനം. അങ്ങനെ ചെല്ലു പറയുന്നു, വിശ്വരൂപ ദർശനം വരെ വീണ്ടും ഇതിനെ നീട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് അവ അവസാനിപ്പിച്ചു എന്നാണ്. വിശ്വരൂപ ദർശനം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംശയിക്കാനുള്ളത്? അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവ്യ ദർശനവും കൊടുത്തു. എന്നിട്ട് അതും കാണിച്ചു കൊടുത്തു. എന്നിട്ടും ഫലമുണ്ടായി. എന്നിട്ട് ശരിയായി. വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു. വീണ്ടും നോക്കി, വീണ്ടും ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും അർജുനൻ വീണ്ടും ജിജ്ഞാസുവായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും 12 അധ്യായം മുതൽ വീണ്ടും 18 വീണ്ടും പറഞ്ഞു. ആ തത്വത്തെ മാത്രം പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും തൽക്കാലം ഭഗവാൻ ഉദ്ദേശിച്ച കാര്യം അർജുനനെ കൊണ്ട് നടത്തിച്ചു, യുദ്ധം ചെയ്യിപ്പിച്ചു. പക്ഷേ അർജുനന്റെ മോഹം എന്നേക്കുമായി മാറിയില്ല, തൽക്കാലമായി മാറി. നമ്മൾ സംഭവിക്കുന്ന പോലെ സത്സംഗം ശ്രവിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ബ്രഹ്മനിർവ്വാണത്തെ അപ്പോൾ അനുഭവിക്കുന്നു. വീണ്ടും ഉത്തരഗീതയിൽ കഥകളും ഉപകഥകളുമായിട്ട് ഇതിൽ കൂടുതൽ അവിടെ വിശദീകരിച്ച് വീണ്ടും പറയേണ്ടി വന്നു. അപ്പൊ എന്തുകൊണ്ടിങ്ങനെ പോകുന്നു? അവിടെ ഒരു അർജുനനല്ല, എത്രയോ അർജുനന്മാരുണ്ട്. നമ്മൾ ഓരോരുത്തരും അർജുനന്റെ തന്നെ. അനന്തമായ കാലം കൊണ്ടിങ്ങനെ അർജുനന്മാർ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മുമ്പോട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ പല ജന്മങ്ങൾ ശ്രമിക്കേണ്ടി വരും, ചിലർക്കത് വേണ്ടി വരത്തില്ല. പക്ഷെ അവിടെ മുഖ്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഉപായം. ഇത് വിടാതിരിക്കുക, മനസ്സിൽ ഇത് കൊണ്ടു നടക്കുക. അതല്ലാതെ നേരെ പോകുന്നതിന് വരെ യാതൊരു വഴിയുമില്ല. ദൃഢപ്പെടുത്തുക ഈ സംസ്കാരത്തെ. അങ്ങനെ ദൃഢപ്പെടുത്തി ഇതിനെ അനുഭവവേദ്യമാക്കി തീർക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടം കൊണ്ട് ഉപദേശം തീർത്തതിന് ശേഷം വീണ്ടും 3-ാം അധ്യായത്തിൽ വീണ്ടും ആദ്യം പോലെ തുടങ്ങുന്നു. അതാണ് അവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിർത്തിയതുകൊണ്ട് തന്നെ ഇനി നിർത്തിയെടുത്തു നിന്ന് തുടക്കാൻ ഇല്ല. കാരണം അവിടെ എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ബ്രഹ്മനിർവ്വാണ വൃത്തിരി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങാൻ ഇനിയൊന്നുമില്ല. അവിടെ 3-ാം അധ്യായം മുതൽ വീണ്ടും LKG മുതൽ തുടങ്ങുകയാണ്. കർമ്മത്തിൽ തുടങ്ങുകയാണ്. 3-ാം അധ്യായം അതാണ് ചർച്ച ചെയ്യുന്നത്, കർമ്മം. വീണ്ടും പഴയതുപോലെ തന്നെ സാധാരണ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, കർമ്മത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു, വീണ്ടും കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു, ത്യാഗത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും ജ്ഞാനോത്പത്തിയെക്കുറിച്ചും ജ്ഞാനനിഷ്ഠയെക്കുറിച്ചും എല്ലാം വീണ്ടും ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ഇനി ബ്രഹ്മജ്ഞാനികളാകാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് 3-ാം അധ്യായത്തിന്റെ ചർച്ച വരും ദിവസങ്ങളിൽ തുടങ്ങും. ആരുമില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അന്നു യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി
ചിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണം പൃച്ഛതി. ശാന്തി ശാന്തി. ഓം ശ്രീ